7 ദിവസം നീണ്ടു നിൽക്കുന്ന മനോഹരമായ ഒരു ക്യാമ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് NSSലൂടെ. അതിൻ്റെ വിശദാംശങ്ങളിലെ അതിൻ്റെ സംഘാടനം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും 2 പ്രവർത്തന മേഖലകളെ ഞാൻ ഓർമ്മപ്പെടുത്തി. ഒന്ന് ദൈനംദിന പ്രവർത്തനങ്ങൾ, രണ്ടാമത്തേത് 7 ഡേ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം. എന്താണ് 7 ദിവസത്തെ നിങ്ങളെ സപ്തദിന ക്യാമ്പ്, 7 ദിന ക്യാമ്പ്? നേരത്തെ അത് 10 ദിവസമായിരുന്നു, ഇപ്പോൾ അത് 7 ദിവസമാക്കി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊരു നിങ്ങളെ നഷ്ടമെന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത 7 ദിനരാത്രങ്ങൾ, ഒരു സംശയവും അതിലില്ല. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബയോളജി പഠിക്കുന്നുണ്ട്, എക്കണോമിക്സ് പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച കാര്യത്തിലേ ആയിരിക്കില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടാവുക. പക്ഷേ അത് 10 വർഷം കഴിഞ്ഞ് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കുക, നിങ്ങളെ +2 കാലത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയുക ക്യാമ്പിൻ്റെ മനോഹരമായ 7 ദിവസത്തിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവമായിരിക്കും. അത്രമേൽ നിങ്ങളെ സ്വാധീനിക്കുന്ന, അത്രമേൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 7 ദിവസങ്ങളായിരിക്കും ആ ക്യാമ്പിൽ കടന്നു പോവുക. യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് അത് കൃത്യമായി നിങ്ങൾ പഠിക്കുക, എങ്ങനെയാണ് അത് സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഒരു ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഉണ്ടാവുക? 2 ദിവസം ഉണ്ടാവുക ഇല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ട് 2 ദിവസം ടൈറ്റായിട്ടുണ്ടാവുക. ഇപ്പോഴോ ഈ നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പോ 7 ദിവസത്തെ പരിപാടിയാണ്. ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ എന്താ പറയുക, എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ആളുകളായി നിങ്ങൾ മാറും. അതിൻ്റെ സംഘാടനത്തിൻ്റെ ശക്തി നിങ്ങൾ മനസ്സിലാക്കും. 50 പേര് ഒരേ കുടുംബം പോലെ മാറും. ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറുന്ന, വല്ലാത്തൊരു സംഘാടന മികവിലേക്ക് മാറുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ആ 7 ഡേ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് 7 ഡേ ക്യാമ്പിൽ നിങ്ങൾ സംഘാടകരെന്ന രീതിയിൽ ചെയ്യാനുള്ളത്? കാരണം ഇതൊരു സ്റ്റുഡൻറ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കുട്ടികളാണ് ഇതിൻ്റെ മുന്നണി പ്രവർത്തകർ. പ്രോഗ്രാം ഓഫീസർമാരും പ്രിൻസിപ്പൽമാരും അതിൻ്റെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ടാവുക, അധ്യാപകരൊക്കെ. പക്ഷേ ഇത് സ്വാഗതം പറയുക, അതൊക്കെ ഞാൻ ഡീറ്റെയിലേക്ക് വരാം. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നിങ്ങളുടെ കപ്പാസിറ്റിയാണ് വളരേണ്ടത്. അപ്പോൾ നിങ്ങൾ കൃത്യമായ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുന്ന ഒരു സമയമാണ് ഈ 7 ഡേ സ്പെഷ്യൽ ക്യാമ്പ്. ആമുഖമായി പറയാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ എന്താണ് ഒരു 7 ഡേ ക്യാമ്പിലൂടെ നമുക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ അനുപൂരകങ്ങളായി നിൽക്കുന്നു. എന്തൊക്കെയാണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റീവ് ആക്ടിവിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ആശയങ്ങളെ കണ്ടെത്തണം, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കണം. ഈ 3 കാര്യങ്ങളും പരസ്പരം ചേർന്ന് നിൽക്കുന്ന എന്തോ ഒന്ന് നിങ്ങൾക്ക് ലഭിക്കും, ഒരു സംശയം അതിലില്ല. അതെന്താണ് എന്നുള്ളത് സംബന്ധിച്ച് നിങ്ങൾ ഈ ചർച്ച കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ചിന്തകളിലേക്ക് വരണം, നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ്, ഞാൻ ചെറിയൊരു വരി അവിടെ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. എന്താണ് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന സമൂഹത്തെ അറിയുക, സ്വയം വിശകലനത്തിന് നമ്മൾ സ്വയം വിശകലനം ചെയ്യുക, എന്നിട്ടോ സമൂഹത്തെ അറിയാൻ നമ്മൾ ഇടപെടുക, സ്വയം വിശകലനത്തിന് താരതമ്യം ചെയ്യുക. നമ്മൾ ഞാൻ വരുന്ന വീട് വലിയ സൗകര്യമുള്ള വീട്ടിൽ നിന്നായിരിക്കും വരിക, നമ്മൾ പോയിട്ട് താമസിക്കാൻ പോകുന്നത് ഒരു സ്കൂൾ വരാന്തയിലായിരിക്കും കിടക്കുക. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ തരത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ട് സമൂഹത്തിൽ എന്ന താരതമ്യത്തിന് അവസരം ലഭിക്കുന്നു. നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കുമ്പോഴാണേ നമ്മളൊരു കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്, അല്ലേ? ശരിയല്ലേ? ആ തരത്തിലേക്കാണ് നമ്മൾ ഈ ഒരു അവസരം തരുന്നത്. പിന്നെ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ഈ പ്രശ്നപരിഹാരത്തിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നത് ഉപയോഗിക്കുക. തൻ്റെ കഴിവും അറിവും ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ട്? സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അതാണ് NSSൻ്റെ മോട്ടോ, അതല്ലേ? നോട്ട് മീ ബട്ട് യു, അല്ലേ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ നോട്ട് മീ? എത്ര മനോഹരമായ മോട്ടോ ആണ് നമ്മളത്, അർത്ഥവാക്യങ്ങളാണ്. നോട്ട് മീ, നിനക്ക് ഞാൻ വല്ലാതെ പ്രാധാന്യം തരുന്നു എന്ന് പറയുന്ന ആ ജനാധിപത്യ രീതി നമുക്ക് വേറെ എവിടെ പറയാൻ പറ്റും? അപ്പം അതുകൊണ്ട് തൻ്റെ കഴിവും അറിവും ഉപയോഗിക്കുക സമൂഹത്തിലെ പ്രശ്നങ്ങൾ. അതുപോലെ സമൂഹ പൗരബോധം വളർത്തുക. നമ്മൾ ഒരു സെക്കുലറിസം നമ്മുടെ മനസ്സിൽ വളർന്നു വരുന്ന സമൂഹത്തിൽ എന്തായാലും ഉണ്ടാവണം. സാമൂഹിക ജീവിതം നയിക്കാൻ, അതുപോലത്തെ ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കാൻ നമ്മൾ പങ്കുവെക്കൽ കുറവാണ്. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ വീട്ടിൽ 1 or 2 കുട്ടികളാണ്, അപ്പോൾ അധികം ഒരു കുട്ടിയാണത്. അപ്പോൾ പങ്കുവെക്കലിൻ്റെ ഒരു മാധുര്യം നമ്മൾ അറിയുന്നില്ല. ഒക്കെ സ്വയം ലഭിച്ചു കൊണ്ട് വരുന്ന ആളുകളാണ്. എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് തരാൻ പല വീട്ടിലും ആളുകളുണ്ട്.
പക്ഷേ അതില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എന്ന തിരിച്ചറിവുണ്ടാവുകയും നമ്മൾ പങ്കുവെക്കാനുള്ള വലിയ ഒരു അവസരമാണ് നമുക്കവിടെ ലഭിക്കുന്നത്, നമ്മുടെ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമിൽ ലഭിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയുന്നു, നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന 7 ദിവസങ്ങളായിരിക്കും. കണ്ണ് നിറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ക്യാമ്പിൻ്റെ അവസാന ദിവസം ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞു പോവുക. യാതൊരു തർക്കവും അതിലില്ല. നിങ്ങൾ ക്യാമ്പിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ, പൂർണ്ണമായി ശരീരവും മനസ്സും ആ ക്യാമ്പിനാണ് നൽകിയിട്ടുള്ളതെങ്കിൽ, 7ാമത്തെ ദിവസം നിങ്ങളുടെ കണ്ണ് ഈറനണിയും. ഞാൻ തമാശ പറയാൻ നിങ്ങൾ ധരിക്കും, പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, 7ാമത്തെ ദിവസം ക്യാമ്പ് കഴിയുന്ന ദിവസം നിങ്ങളെ കണ്ണ് നനയും. കാരണം അത്രമേൽ നിങ്ങൾ ക്യാമ്പിലെ ഓരോ അംഗത്തെയും, ക്യാമ്പിനെ സഹായിച്ച സംഘാടകരെയും, അതിൽ പ്രവർത്തിച്ച അധ്യാപകരെയും, പ്രോഗ്രാം ഓഫീസറെയും, പ്രിൻസിപ്പളെയും ഒക്കെ നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അനുഭവമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം? 7 ഡേ സ്പെഷ്യൽ ക്യാമ്പ് ഇൻ അഡാപ്റ്റഡ് വില്ലേജ് ഓർ അർബൻ സ്ലം. നിങ്ങളൊരു പ്രത്യേക സ്ഥലം തിരഞ്ഞെടുക്കുന്നു. ആ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നിങ്ങൾ അഡോപ്റ്റഡ് വില്ലേജ് ഒരു ദത്ത് ഗ്രാമം എടുത്തിട്ടുണ്ടല്ലോ, ആ ദത്ത് ഗ്രാമത്തിൽ തന്നെ നടത്തണോ മാഷെ? ഒരിക്കലുമില്ല, അങ്ങനെ നടത്താൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. ദത്ത് ഗ്രാമം നമ്മുടെ സ്കൂളിന് തൊട്ടടുത്തായിരിക്കും. നമ്മൾക്ക് ഒരു 3 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്തായിരിക്കണം നമ്മുടെ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ ദത്ത് ഗ്രാമത്തിൽ നേരിട്ട് നമുക്ക് ക്യാമ്പ് നടത്താൻ പ്രയാസമായിരിക്കും. അപ്പം ഒരു പ്രദേശത്തെ നമ്മൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ പ്രത്യേക സ്ഥലമായിട്ട് എടുക്കുക. അവിടെ നമുക്ക് ക്രിയേഷൻ ഓഫ് സോഷ്യൽ അസറ്റ്സ് വരാം, റോഡ്, ഹൗസ്, പ്ലേ ഗ്രൗണ്ട്, അതൊക്കെ അത് ഈ കഴിഞ്ഞ വർഷം നമുക്ക് കൃത്യമായ നിർദ്ദേശം, അതും NSS സെല്ല് നിർദ്ദേശിക്കും എന്ത് പ്രൊജക്റ്റ് ചെയ്യണം. വളരെ മനോഹരമായ ഒരു പ്രൊജക്റ്റാണ് കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തത്. പൊതുവിദ്യാലയ ശാക്തീകരണ പദ്ധതി. പൊതുവിദ്യാലയങ്ങളെ, അംഗൻവാടികളും LP സ്കൂളുകളൊക്കെ മോശമായി കിടക്കുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അവയെ ഏറ്റവും മനോഹരമാക്കി നിലനിർത്തുക എന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി. സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ടു ആ ഒരു പദ്ധതിയെ സംബന്ധിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായ പദ്ധതികൾ സംസ്ഥാന NSSൽ മുന്നോട്ട് വയ്ക്കും. അതിനെ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മളെ പ്രൊജക്റ്റുകൾ തയ്യാറാക്കേണ്ടത്. ഞാൻ പൊതുവേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ കമ്മ്യൂണിറ്റി സർവേ, അതുപോലെ തന്നെ ഹൗസ് വിസിറ്റ്, നമ്മുടെ കൾച്ചറൽ എക്സ്ചേഞ്ച്, അവയർനെസ് പ്രോഗ്രാം, സ്പെഷ്യൽ പ്രൊജക്റ്റ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് മിക്സപ്പ് ചെയ്ത് വരണം. ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലല്ല, നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം വേണം, കൾച്ചറൽ എക്സ്ചേഞ്ച് വേണം, തൊട്ടടുത്തുള്ള വീടുകൾ സന്ദർശിച്ചുകൊണ്ട് നമുക്ക് ആളുകളെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്, നമ്മൾ അവിടെ ക്രിയേറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നതായിരിക്കണം നമ്മുടെ NSSൻ്റെ സ്പെഷ്യൽ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം? നോക്കൂ നിങ്ങൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ലക്ഷ്യങ്ങൾ: ഒന്ന്, ഗ്രൂപ്പ് ലിവിങ്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുമിച്ച് താമസിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് സ്വന്തം കട്ടിൽ, എൻ്റെ സ്വന്തം കിടക്ക, ഇല്ലേ, എൻ്റെ സ്വന്തം ബാത്റൂം, ഇതൊന്നുമില്ലാതെ നമ്മൾ പെൺകുട്ടികൾക്ക് പ്രത്യേകം താമസിക്കാനൊരു സ്ഥലം, ആൺകുട്ടികൾക്ക് പ്രത്യേകം താമസിക്കാനൊരു സ്ഥലമൊക്കെ ആയിട്ട് നമ്മൾ ഒരുമിച്ച് അങ്ങനെ അവിടെ കിടക്കുക. ആലോചിച്ച് നോക്കുക, അതിൻ്റെ ഒരു ഗ്രൂപ്പ് ലിവിങ്, ഒരു ഷെയറിങ് അവിടെ തന്നെ തുടങ്ങി നമ്മൾ, അല്ലേ? ഒരു എന്താ പറയുക, ഞാൻ എന്നതിനപ്പുറത്ത് ഞങ്ങളെന്ന് പറയുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരാൻ പോവാം. പിന്നെ പ്ലാനിങ് സ്കില്ല്, വലിയ പ്ലാനിങ് ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും നടക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് സെഷൻ വേണ്ടത്, ഈ രാവിലെ നമ്മൾ എന്ത് ചെയ്യണം, ഉച്ചയാകുമ്പോൾ എന്തായിരിക്കണം, ഉച്ചയ്ക്ക് ശേഷം എന്തായിരിക്കണം, രാത്രി എന്തായിരിക്കണം, ഇങ്ങനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സർവീസ് ടു കമ്മ്യൂണിറ്റി, അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ് ചെയ്യാൻ വേണ്ടി വീടൊക്കെ വിട്ട് സ്കൂളൊക്കെ വിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ രക്ഷിതാക്കളായി മാറും. നമ്മുടെ അച്ഛനും നമ്മുടെ ഉമ്മയും നമ്മുടെ ബാപ്പയും നമ്മുടെ അമ്മയും ഒക്കെ മാത്രമേ, അല്ലെങ്കിൽ ഏട്ടനും ഞാൻ എന്ന അവസ്ഥയിൽ നിന്നും നമുക്ക് ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടാവാൻ പോവാണ്. പുറത്തെ സംഘാടകരായിട്ടുള്ള പ്രായപ്പെട്ട ആളുകൾ നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഒട്ടനവധി വല്ലാത്ത അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. പിന്നെ അതിലൊക്കെ ഉപരി എന്താണെന്നറിയോ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. എന്താണ്? നിങ്ങളുടെ ക്വാളിറ്റി ലൈക്സ് ക്യാരക്ടർ, കറേജ്, കോൺഫിഡൻസ്, കോംറേഡ്ഷിപ്പ്, ഡിസിഷൻ മേക്കിംഗ്, ഡെമോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ്, റിസോഴ്സ്ഫുൾനെസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ലീഡർഷിപ്പ്, ഇങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റി. കാരണം ഓരോ സെഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഉത്തരവാദിത്തമായിരിക്കും. അപ്പോൾ ഓരോ സെഷനിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവ് വികസിപ്പിക്കാനുള്ള വലിയ അവസരമാണ് NSS ഒരുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 50 ലീഡർമാർ ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ അവരേറ്റവും മികച്ച സംഘാടകരായി മാറും, അവരേറ്റവും നല്ല സ്വഭാവത്തിനുടമകളായി മാറും. യാതൊരു തർക്കവും അതിലില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവിലൂടെ കടന്നു പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് നാഷണൽ ഇൻ്റഗ്രേഷൻ.
നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒരു എന്താണ്, നമ്മൾ ഒന്നാണ്, നമ്മൾ ഭാരതീയരാണ്, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക. നമ്മളിടയിൽ മറ്റ് യാതൊരു വിഭാഗീയതയില്ല, ജാതി മത വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാത്ത ഒരൊറ്റ ജനതയാണ് നമ്മൾ. ഇന്ത്യ എന്ന വികാരം നമ്മൾ ഉണ്ടാക്കുക. നാഷണൽ ഇൻറ്റഗ്രേഷൻ, അത് NSS മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ NSSൻ്റെ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ് ഞാനിവിടെ പരിചയപ്പെടുത്തിയത്. ഓർമ്മിക്കല്ലോ, മറന്നുപോകില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് പ്ലാനിങ് സ്റ്റേജ് ഓഫ് ക്യാമ്പ്. ഇനി നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നു ഒരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, NSS സെല്ല് തരുന്ന നിർദ്ദേശം ഉണ്ടാവും. ആ നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും നമ്മളെ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ പ്രൊജക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. പൊതുവിദ്യാലയ ശാക്തീകരണമായിരുന്നു. വലിയ ചർച്ച പൊതുസമൂഹത്തിലുണ്ടാക്കി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷം നമ്മൾ സംസ്ഥാനത്തിനൊട്ടാകെ നൽകിയത്. അത് കുട്ടികളാണ് ചെയ്തത്. 16 വയസ്സുള്ള കുട്ടികൾ ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടാനുള്ള വിഷയം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ലൊരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് ആവശ്യം ഉണ്ടാവണം. ഫെൽറ്റ് നീഡ്സ് ഓഫ് ദ ലൊക്കാലിറ്റി, അവിടുത്തെ ആളുകൾക്ക് ബോധ്യപ്പെടണം. പിന്നെ അവൈലബിലിറ്റി ഓഫ് മിനിമം ഫെസിലിറ്റി, മിനിമം നമുക്ക് താമസിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ഫെസിലിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ എന്താ, പോസിബിലിറ്റി ഓഫ് കംപ്ലീറ്റ് വർക്ക്, നമ്മളൊരു വർക്ക് ഏറ്റെടുത്താൽ അത് തീർക്കാൻ പറ്റുന്നൊരു പ്രൊജക്റ്റ് നമ്മൾ ഏറ്റെടുത്താൽ മതി. നമ്മൾ വേണ്ടാത്ത ഒരുപാട് പ്രൊജക്റ്റ് പോയി ചെയ്തിട്ട് നമ്മൾ പ്രയാസം ആവേണ്ടുന്ന കാര്യമില്ല. പിന്നെയോ പോസിബിലിറ്റി ഓഫ് ഫോളോ അപ്പ്, നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് പ്രോഗ്രാം ഓഫീസർ നിങ്ങളെ കൃത്യമായിട്ട് ഇടപെടും. പ്രോഗ്രാം ഓഫീസറും ലീഡർമാരൊക്കെ ചേർന്നുകൊണ്ട് മികച്ചൊരു പ്രൊജക്റ്റ് ഏറ്റെടുക്കുക. അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായി ചെയ്യാനുള്ളൊരു ആസൂത്രണം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട്. അപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, ഒരു ക്യാമ്പ് വെന്യൂ നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്താ, സെലക്ഷൻ ഓഫ് ക്യാമ്പേഴ്സ്. ക്യാമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്യാമ്പിലേക്കുള്ള അംഗങ്ങളെ നമ്മൾ ഓൾറെഡി 50 കുട്ടികളാണ് ഒരു വളണ്ടിയർ ഫസ്റ്റ് ഇയറിൽ നമ്മളത് എൻറോൾമെൻറ്റ് പൂർത്തിയാക്കും. അപ്പോൾ ഈ 50 പേരാണ് നമ്മളെ ക്യാമ്പിലേക്ക് സെലക്ട് ചെയ്യപ്പെടുക. അപ്പോൾ എന്താണ്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന് കീഴിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന ഗൈഡ് ലൈൻ പാലിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മൾ എല്ലാ ആളുകളോടും ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വാങ്ങി. എന്താ സംഭവം, നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന ആളുകളുടെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ശേഖരിക്കുന്നു. ലീഡേഴ്സ് ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ലീഡേഴ്സിൻ്റെ ഒരു ജോലിയാണ്. എന്നിട്ടോ കൺസേൺ ലെറ്റേഴ്സ് ഓഫ് പാരൻസിൻ്റെ അടുത്ത് നിന്ന് കൃത്യമായ ലെറ്റേഴ്സ് വാങ്ങണം. കാരണം പാരൻസ് ഇപ്പോൾ നിങ്ങളെ കൂടല്ല, ചിലപ്പോൾ പുറത്ത് ജോലിയുള്ള ആളായിരിക്കും. അവരോടൊക്കെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ക്യാമ്പിലേക്ക് വരാം. കാരണം ചില ആളുകൾക്കൊരു പ്രശ്നമുണ്ട്, ഞങ്ങൾ NSSലൊക്കെ ഉണ്ട്, പക്ഷേ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരിക്കലും ഇത് NSSലേക്ക് വരരുത്. കാരണം അത് മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തുക. ആളുകളെ സെലക്ഷനൊക്കെ കഴിഞ്ഞ് ക്യാമ്പ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ക്യാമ്പ് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSS പിന്നെ തുടരാൻ അർഹതയില്ല. കാരണം ക്യാമ്പും കൂടി വേണം NSSന്, റെഗുലർ ആക്ടിവിറ്റിയും വേണം, ക്യാമ്പും കൂടി വേണം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ചേർന്നതാണ് NSSൻ്റെ ഒരു വളണ്ടിയറുടെ പ്രവർത്തന മേഖല. അപ്പോൾ നിങ്ങൾ പാരൻസിനോടൊക്കെ നേരത്തെ തന്നെ അതിന് പെർമിഷൻ വാങ്ങി വെക്കുക. ക്യാമ്പിൻ്റെ സമയത്ത് തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ പെർമിഷൻ ലെറ്റർ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രീ ക്യാമ്പ് ഓറിയൻറ്റേഷൻ. പ്രീ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാമ്പിന് മുന്നോടിയായി നിങ്ങൾ മറ്റുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായ നിർദ്ദേശം നൽകണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രീ ക്യാമ്പ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം. പ്രീ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്യാമ്പിന് മുന്നോടിയായിട്ടുള്ള ഓറിയൻറ്റേഷൻ. നമ്മൾ ഇതേപോലെയുള്ള നിർദ്ദേശങ്ങൾ, എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സംബന്ധിച്ച് മുഴുവൻ ആളുകൾക്കും കൃത്യമായ നിർദ്ദേശം നൽകുന്നതാണ് അടുത്ത പരിപാടി. അപ്പോൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് സംബന്ധിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഈ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടതാരാ? ഈ ഇരിക്കുന്ന ലീഡേഴ്സാണ്, അല്ലേ? ലീഡേഴ്സിന് വലിയ ഉത്തരവാദിത്തമാണ്. നിങ്ങളിപ്പോൾ ക്യാമ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എത്രമാത്രം ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത്. അല്ല, ഇപ്പം വിചാരിക്കും യാതൊരു പ്രശ്നമില്ല, ഇത് വലിയ സിമ്പിളാണ്, അല്ലേ? സംസ്ഥാന ലീഡർഷിപ്പ് ക്യാമ്പ് പങ്കെടുക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവരാണ് പ്രോഗ്രാം ഓഫീസറെ തൊട്ട് വലം കൈ ഇടം കൈ ആയിട്ട് പ്രവർത്തിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ക്ലാസ് കൃത്യമായി കേൾക്കുകയും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം അത് ദൂരീകരിക്കുകയും ചെയ്യാം. സംശയം ചിലപ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാവും, അതിനുശേഷം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റും. ഇനി എൻഷുർ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ. ആരാണ്?
NSS അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ്. നിങ്ങൾക്കറിയാം NSSന് ഉപദേശക സമിതി, അഡ്വൈസറി കമ്മിറ്റി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അഡ്വൈസറി കമ്മിറ്റിയെ സംബന്ധിച്ച് നേരത്തെ ക്ലാസ് എടുത്ത ആൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അഡ്വൈസറി കമ്മിറ്റി എന്താണ്? ആ അഡ്വൈസറി കമ്മിറ്റി ചേർന്നുകൊണ്ടായിരിക്കണം ഈ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരത്തെ, അതായത് ക്യാമ്പ് തുടങ്ങുന്നതെന്നല്ല, ക്യാമ്പിന് മുൻപേ തന്നെ ഈ കാര്യങ്ങളൊക്കെ അഡ്വൈസറി കമ്മിറ്റിയിൽ ബോധ്യപ്പെട്ട് അതൊക്കെ പൂർത്തീകരിച്ച് വെക്കുക. അഡ്വൈസറി കമ്മിറ്റി എന്താണെന്നുള്ളത് സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ക്ലാസ് എടുത്ത ആൾ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ കോൺടാക്ട് കമ്മ്യൂണിറ്റി ലീഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ ഏരിയ. അവിടെ ഉള്ള പ്രധാനപ്പെട്ട പയ്യൻസ് നമ്മൾ പറയുമല്ലോ, അവിടെയുള്ള പിന്നെ വാർഡ് മെമ്പർ, അവിടെയുള്ള പിന്നെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അവിടെയുള്ള MLA, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നമ്മളൊന്ന് പോയി കണ്ട് ഞങ്ങളിങ്ങനെ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്, അതിന് എല്ലാവിധ സഹായവും ഉണ്ടാവണം എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ആദ്യം ഒരു റിക്വസ്റ്റ് നടത്തണം. ആരും അറിയാതെയല്ല ക്യാമ്പ് നടക്കുന്നത്, പൊതുജനങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്യാമ്പ് നടത്തുന്നത്, അല്ലേ? പിന്നെന്താ, ഓർഗനൈസിംഗ് കമ്മിറ്റി ലെവൽ മീറ്റിംഗ് എന്തായിരിക്കണം? നമ്മൾ ഒരു സംഘാടക സമിതി ചേരണം നേരത്തെ. അതായത് ക്യാമ്പൊക്കെ തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പായിരിക്കണം, ഇത് 2 ദിവസം മുമ്പല്ല, കുറച്ച് നേരത്തെ തുടങ്ങണം. ആ ഓർഗനൈസിംഗ് കമ്മിറ്റി കൂടുകയും ആ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ നമ്മൾ വ്യക്തമായ ഓരോ സമിതികൾ രൂപീകരിക്കുകയും വേണം. അത് സമിതികൾ ഏതൊക്കെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഓരോ കമ്മിറ്റി ഏതൊന്നും സംബന്ധിച്ചുകൊണ്ട് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം, അത് തുടർന്ന് വരും. അപ്പോൾ എന്തായി, ഈ പിന്നെ ഓരോ കമ്മിറ്റിക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ തീരുമാനിച്ചു, ഓർഗനൈസിംഗ് കമ്മിറ്റി കൂടി ഒരു സംഘാടക സമിതി കൂടി അവിടുന്ന് കൃത്യമായ ആളുകൾക്കൊക്കെ വ്യത്യസ്ത കമ്മിറ്റികളായി നമ്മൾ മാറി. പിന്നെ എന്താണ്, എല്ലാ ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ നമ്മുടെ കമ്മിറ്റിയിലൊക്കെ നല്ല റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. കാരണം നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാം ഓഫീസറും നിങ്ങളുമായിരിക്കും ക്യാമ്പിലുണ്ടാവുക. അതോടൊപ്പം തന്നെ എല്ലാ ടീച്ചേഴ്സും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ടീച്ചേഴ്സും അവിടെ വരും. കാരണം കുട്ടികളെ വലിയ ഇഷ്ടമാണ് ടീച്ചേഴ്സ്, ഒരു സംശയമില്ല അതിൽ. നിങ്ങൾ ചിലപ്പോൾ വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ കുട്ടികളെ ഞങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളെ നേരിട്ടൊരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് തിരക്കുണ്ടെങ്കിലും ഞങ്ങളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരം പരിപാടി ഉണ്ടെങ്കിൽ തീർച്ചയായും ക്യാമ്പിനൊക്കെ മുന്നോടിയായിട്ട് ടീച്ചേഴ്സിനോട് പോയി പറയാം, ഞങ്ങൾക്ക് ക്യാമ്പ് നടക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങളെ കാണാൻ വരാം. അപ്പോൾ നിങ്ങൾക്കുള്ള പിന്നെ ചായക്കൊക്കെ ഉള്ള ഓരോന്ന് കഴിക്കാനൊക്കെ ആയിട്ട് അവർ വരും, കേക്കൊക്കെ ആയിട്ട് നമുക്കതൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാം, അല്ലേ? അപ്പോൾ ടീച്ചേഴ്സ് വെറും കൈയോടെ അങ്ങോട്ട് വരികയില്ല, എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സോ കുറച്ച് കേക്കോ ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾക്കത് നമുക്ക് എന്ത് ചെയ്യാം, വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരെയും നിങ്ങൾ പരിപാടി ക്ഷണിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗീവ് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ടു കൺസേൺ അതോറിറ്റി. നമ്മൾ കുറച്ച് വ്യത്യസ്തങ്ങളായ കമ്മിറ്റികൾ ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ലെറ്റർ കൊടുക്കണം. എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് നോക്കൂ, ഇൻഫർമേഷൻ ടു ലോക്കൽ പോലീസ് സ്റ്റേഷൻ. എന്തിനാണ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ? നിങ്ങൾ വിചാരിക്കുന്നത് ഒരു വനിതാ പോലീസിനെയും ഒരു പിന്നെ അതേപോലെ തന്നെ ഒരു പിന്നെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള പുരുഷ പോലീസിനെയും ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്ത് അവരൊക്കെ ഇങ്ങനെ പാറാവ് വെക്കുന്നതാണോ? അതൊന്നുമല്ല, അല്ലേ? എന്താ, അതൊന്നുമല്ല അതിൻ്റെ കാര്യം. എന്താ, നമ്മൾ എന്തെങ്കിലും ഒരു ക്യാമ്പ് 7 ദിവസമാണ്, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ക്യാമ്പിൽ ഉണ്ടാവില്ല, ഉണ്ടാവരുത്, എന്നാലും ഉണ്ടായി. അപ്പോൾ നമ്മൾ ഉണ്ടായതിന് ശേഷം കൂടി നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങളെന്നാ ക്യാമ്പ് തുടങ്ങിയത്, നിങ്ങളെന്താ ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു. അവിടെ ലെസൈനൊക്കെ കൊണ്ട് നമ്മൾ പറയുന്നു, സാർ ഞങ്ങൾ ക്യാമ്പ് തുടങ്ങുന്നുണ്ട്, സാറ് വരണം, ഞങ്ങളെ ക്യാമ്പിലേക്ക്. വലിയ സന്തോഷമായി. അപ്പോൾ സാറ് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ നമ്മുടെ ക്യാമ്പൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യും. ചിലപ്പോൾ ഒരു സെഷൻ നമുക്ക് കൈകാര്യം ചെയ്തെന്ന് വരും, നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ. അപ്പോൾ നമുക്കത് വലിയ സന്തോഷമായി. അതുപോലത്തെ ലോക്കൽ ഹോസ്പിറ്റൽ, തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ പോയി ഡോക്ടേഴ്സിനെയും നഴ്സിനെയൊക്കെ അറിയുക. കാരണം എന്തെങ്കിലും ഒരു പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റി, ഒരു കാലിന് ചെറിയ ഒരു മുറി പറ്റി, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഞങ്ങൾ ക്യാമ്പിലാണെന്ന് പറഞ്ഞ് നമുക്ക് വളരെ പെട്ടെന്ന് ചികിത്സ കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് കഴിഞ്ഞ് KSEB, നമുക്ക് എന്താ ലൈറ്റ്, നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് നിന്നുള്ള ലൈറ്റൊക്കെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ മരമൊക്കെ വീണിട്ടൊക്കെ ലൈറ്റ് പോവുകയാണെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലാണ്ട് കറണ്ട് ഓഫ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് വിളിച്ച് അറിയിക്കണേ എന്നൊക്കെ നമ്മൾ അവിടെയുള്ള ഉദ്യോഗസ്ഥനൊക്കെ കണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഇന്ന് 6 മണി മുതൽ കറണ്ട് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള മുൻകരുതൽ നമുക്ക് ഇവിടെ ക്യാമ്പിൽ ചെയ്യാം. കാരണം നമുക്ക് എപ്പോഴും ലൈറ്റ് വേണ്ടേ. അപ്പോൾ KSEB, അതുപോലെ തന്നെ ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവിടെയുള്ള പൊതുജനങ്ങൾ, അതുപോലെ തന്നെ ലോക്കൽ പഞ്ചായത്ത്, അവിടുത്തെ പഞ്ചായത്ത്, MLA, MP, അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ പോയിട്ട് ഒരു ക്ഷണക്കത്ത് പോലെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായും ഇവരുടെ ഒക്കെ വലിയ സഹായം നമുക്കുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓക്കെ, അപ്പം ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, മീൻസ് അവരൊക്കെ സഹായം, നമ്മൾ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്, അവരൊക്കെ സഹായം ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള
ഒരു നല്ല ക്യാമ്പായിരിക്കണം നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രോഗ്രാംസ് എങ്ങനെയാണെന്നുള്ളത് ഏകദേശ രൂപം എന്ത് വേണം, എല്ലാ സെഷനും നമുക്ക് സെഷനല്ല, എല്ലാ നമ്മുടെ ക്യാമ്പ് തുടങ്ങുന്ന ഒരു ഇനാഗുറേഷനും വേണം, ഒരു ക്ലോസിങ് സെറമണി വേണം. അപ്പോൾ ഈ ക്യാമ്പ് തുടങ്ങുമ്പം തന്നെ നമ്മൾ ക്യാമ്പ് തുടങ്ങുന്നു എന്നത് സംബന്ധിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി ആളുകൾ അറിയണം. അതിന് പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഇനാഗുറേഷൻ വേണം. അതേപോലെ തന്നെ ക്ലോസിങ് സെറമണി, അതിൻ്റെ ഒരു സമാപന സമ്മേളനം വേണം. പിന്നെ ഗസ്റ്റ്, വ്യത്യസ്ത സെഷനുകളുണ്ട് ഓരോ സെഷനും. അതെന്തെന്നുള്ളത് സംബന്ധിച്ച് ഞാൻ പറയാം. ആ വ്യത്യസ്ത സെഷനുകളിൽ വ്യത്യസ്ത ഗസ്റ്റുകളെ, വലിയ വലിയ ഗസ്റ്റൊന്നും വേണ്ട, നിങ്ങളുടെ സ്കൂളുമായി ബന്ധപ്പെട്ട ആളുകളാവാം, വാർഡുമായി ബന്ധപ്പെട്ട ആളുകളാവാം, അതിൻ്റെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട ആളുകളാവാം. അവരൊക്കെ വ്യത്യസ്ത ഗസ്റ്റുകളെ നമുക്ക് വ്യത്യസ്ത സെഷൻ ഉപയോഗിക്കാം. പിന്നെ അവിടെയുള്ള ലോക്കൽ വർക്ക്, അവിടെ ചെയ്യേണ്ട പ്രവർത്തനം എന്താണോ അതിനൊരു വർക്ക് അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യണം. അന്ന് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റുമോ? ഇപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക ഉദാഹരണമായിട്ട്. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷനായിട്ട് അതിൻ്റെ പെർമിഷൻ നമ്മൾ നേരത്തെ എടുക്കണം, അതിൻ്റെ ടൂൾസ് വേണം. ഉദാഹരണം അങ്ങനെ ആയില്ല, ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള നിർദ്ദേശം പിന്നെ നമ്മുടെ NSS സെല്ല് തരും. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞല്ലോ പൊതുവിദ്യാലയ ശാക്തീകരണമായിരുന്നു. അവിടെയുള്ള പെയിൻറ്റിങ്, അതേപോലെ തന്നെ സ്കൂളുകളെ മൂടി പിടിപ്പിക്കുക, ഔഷധത്തോട്ടം നിർമ്മിക്കുക, അതൊക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. ആ പ്ലാനിങ് ലോക്കൽ അറേഞ്ച്മെൻറ്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, അതിൽ ഉൾപ്പെടുന്ന സ്പെഷ്യൽ പ്രോഗ്രാമുകൾ എന്തെന്ന് സംബന്ധിച്ച് നമ്മൾ തീരുമാനിക്കണം. ഇനി കെയർ ആൻഡ് അറേഞ്ച്മെൻറ്റ്. എന്താണ് കെയർ? അക്കോമഡേഷൻ സെക്യൂരിറ്റി. യെസ്, വളരെ പ്രധാനപ്പെട്ടത്. എന്താണ്, നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അക്കോമഡേഷൻ, താമസം വേണം. 7 ദിവസമാണ് നമ്മൾ താമസിക്കുന്നത്, ഒരു ദിവസമല്ല. 50 കുട്ടികളുണ്ട് അവിടെ. ഗേൾസിനും ബോയ്സിനും വ്യക്തമായിട്ട് മാറി താമസിക്കാനുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റി, സെക്യൂരിറ്റി വേണം. ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, ബാത്തിങ്, ടോയ്ലറ്റ്, ഏതായാലും മിനിമം ഫെസിലിറ്റി നമുക്ക് കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ബാത്തിങ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു 10-20 പിന്നെ കുളിമുറിയും ഒരു 10-20 കക്കൂസും ഒക്കെ അവിടെ അങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ടാവും. അതിൽ കയറി നമ്മളങ്ങ് നീരാടാം എന്നൊക്കെ ധാരണ ഉണ്ടാവും. വളരെ മിനിമം ഫെസിലിറ്റി ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവർക്കും ഒരേ സൗകര്യമുള്ള സ്കൂളൊന്നും കിട്ടില്ല. അപ്പോൾ ആ സൗകര്യത്തെ എത്രമാത്രം നമുക്ക് സമ്പുഷ്ടമാക്കാം എന്നതാണ് അവിടെ പഠിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, വലിയ സൗകര്യത്തിൽ വന്ന ആളുകളായിരിക്കും. അവർക്ക് നമ്മൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. കുളിമുറി ഒക്കെ 1, 2, 3 ഉണ്ടാവുള്ളൂ. 50 ആളുകളൊക്കെ ബോയ്സ് ഒരു സ്ഥലത്തുനിന്നായിരിക്കും, ഗേൾസ് ഒരു സ്ഥലത്തുനിന്നായിരിക്കും കുളിക്കുന്നത്. അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ അവിടെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പഠന പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ക്യാമ്പിലൂടെ നടത്തുമെന്നുള്ളതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. പിന്നെ എന്താ, ഡ്രിങ്കിങ് വാട്ടർ. നമ്മൾ ശുദ്ധജലം ഉണ്ടാവണം നമുക്ക് കുടിക്കാനുള്ള. കാരണം ഏറ്റവും വേഗത്തിൽ നമ്മളെ വയറിനൊക്കെ അസുഖം പിടിക്കുന്നത് വെള്ളത്തിലൂടെയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് കൃത്യമായ ഒരു സൗകര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഫുഡ് പ്രിപ്പറേഷൻ. നമ്മൾ ക്യാമ്പേഴ്സിനെയാണ് ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സ്ഥലം നമുക്ക് ലഭ്യമാണോ എന്നത് സംബന്ധിച്ച് നമ്മൾ കൃത്യമായി നിരീക്ഷിക്കുകയും അതിന് വേണ്ട സ്ഥലം ഒരുക്കുകയും വേണം. പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, ഒരു മിനിമം ലൈറ്റും മിനിമം സൗണ്ടും. വലിയ പിന്നെ നമ്മുടെ ഗാനമേളയ്ക്ക് വെക്കുന്ന സൗണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഒരു ഹാളിൽ ഇരുന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ലൈറ്റും അതിൻ്റെ സൗണ്ടും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അതൊക്കെ പല സ്കൂളുകളിലും ഇപ്പം ഉണ്ടാവും. അത് എടുത്ത് നമ്മൾ അതിന് വേണ്ടുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ്, നമ്മൾക്ക് അത്യാവശ്യം വേണ്ടുന്ന ഫസ്റ്റ് എയ്ഡുകളും ജനറൽ മെഡിസിനും, പിന്നെ തലവേദന, വയറുവേദന തുടങ്ങിയ പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള ജനറൽ മെഡിസിൻ വേണം. ചെറിയ മുറിവുകളോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നെ പ്ലാസ്റ്ററും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നമ്മൾ ഡ്രസ് കോഡ്. ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ എന്താ, മാന്യമായ വസ്ത്രമായിരിക്കണം നമ്മൾ പൊതുപരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു വർക്കിന് പോകുന്ന സമയത്ത് നമ്മളിപ്പം കൈലി മുണ്ടും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇട്ടു. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു ക്ലാസ് സെഷൻ എടുക്കുകയാണ്, ഒരു SI വന്ന് ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ കൈലി മുണ്ട് കൊടുത്തിട്ട് ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ഇരിക്കാവുമ്പോൾ എന്താണ്, അത് ഒരു മോശമായി തോന്നും. അപ്പോൾ ആ സമയത്ത് നമ്മളെ നീറ്റായിട്ടുള്ള വസ്ത്രത്തിലേക്ക് നമ്മൾ മാറുകയും നമ്മൾ സ്കൂളൊക്കെ പോകുന്നത് പോലുള്ള വസ്ത്രത്തിലേക്ക് മാറുകയും അതേപോലെ തന്നെ വളരെ ഓക്വേർഡായിട്ടുള്ള, വളരെ മറ്റുള്ള ആളുകൾക്ക് അരോചകമായി തോന്നുന്ന ഡ്രസ്സൊന്നും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൊതുപരിപാടിയിലോ പൊതുവേദിയിലോ പോകാൻ പാടില്ല. പെൺകുട്ടികളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ മാന്യമായ, പെൺകുട്ടികൾ മാത്രമല്ല എല്ലാവരും ആ തരത്തിലുള്ള എല്ലാ ആളുകളും അവിടെ പെരുമാറാനുണ്ട്. പുറത്തൊക്കെയാണ് ജോലിയെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചുള്ള മനോഹരമായ പുതിയ ഡ്രസ്സ് എന്നുള്ളതല്ല, നല്ല ആളുകൾക്ക് ഒരു മോശവും പറയാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചായിരിക്കണം നമ്മൾ പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്. മുഴുവൻ സമയം യൂണിഫോം ഒന്നും നമുക്ക് ധരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ 1-2 ജോഡി യൂണിഫോമൊക്കെ നമ്മൾ ഉപയോഗിക്കും. അപ്പം 7 ദിവസത്തേക്ക് 2 ജോഡി യൂണിഫോമായിട്ട് പോയാൽ പോരല്ലോ. അപ്പം മറ്റുള്ള ഡ്രസ്സാണ് നമ്മൾ എടുക്കുക. വർക്കിലൊക്കെ പോകുന്ന സമയത്ത്
ഇതൊക്കെ ആയാലും പ്രശ്നമില്ലാത്ത ഡ്രസ്സ് എടുക്കുക. വർക്ക് കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് എടുക്കുക. അപ്പോൾ ഡ്രസ് കോഡ്, അപ്പോൾ ഇതൊക്കെ കെയർ ആൻഡ് അറേഞ്ച്മെൻറ്റ് എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. പിന്നെന്താണ്, സ്റ്റേഷനറി സൈൻ ബോർഡ്സ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റേഷനറി ഐറ്റംസ് വേണം. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാർട്ട് വേണം, സ്കെച്ച് പെന്ന് വേണം, അതുപോലെ തന്നെ മാർക്കർ, ഇങ്ങനെയുള്ള ഒരുപാട് സെല്ലോ ടാപ്പ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ വാങ്ങി നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ സൈൻ ബോർഡുകൾ, നമ്മുടെ ഗേൾസ് ടോയ്ലറ്റ്, ബോയ്സ് ടോയ്ലറ്റ്, അതുപോലെ തന്നെ പിന്നെ വാഷ്റൂം, ഇങ്ങനെയുള്ള ബോർഡുകൾ, വേസ്റ്റ് ചെയ്യുന്ന സ്ഥലം, ഇതൊക്കെ തന്നെ നമുക്ക് സൈൻ ബോർഡുകൾ വെച്ച് കൃത്യമായിട്ട് തിരിക്കേണ്ടതുണ്ട്. അതൊക്കെ നമ്മൾ ക്യാമ്പിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഓരോ ലീഡേഴ്സും ഓടി നടന്ന് നിരീക്ഷിച്ച് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ. ഇനി പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാലോ, പൊതുവായിട്ടുള്ള എല്ലാവരും കാര്യങ്ങൾ അറിയാം. എങ്ങനെയാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കോൺടാക്ട് വിത്ത് മീഡിയ. നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ മീഡിയയായിട്ടൊന്ന് കണക്ട് ചെയ്യുക. നമ്മളൊരു ക്യാമ്പ് തുടങ്ങാൻ പോകുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പത്രത്തിലൊക്കെ കൊടുക്കാം. അപ്പോൾ തന്നെ ആളുകളൊക്കെ അറിഞ്ഞാൽ ഇന്ന് സ്കൂളിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് നല്ല പരിപാടിയാക്കി മാറ്റണം. കുട്ടികളെ വ്യത്യസ്ത പരിപാടികളൊക്കെ ഉണ്ടാവും, നമുക്കത് കാണണം എന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തി. അതുപോലെ തന്നെ നോട്ടീസുകൾ, ബാനറുകൾ, പോസ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി തയ്യാറാക്കി ആ സ്ഥലങ്ങളിലും നിങ്ങളുടെ സ്കൂളിലൊക്കെ അറിയിക്കാം. പിന്നെ കോൺടാക്ട് വിത്ത് ഓർഗനൈസിങ് കമ്മിറ്റി മെമ്പേഴ്സ്. നിങ്ങളുടെ സംഘാടക സമിതിയായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് പിന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്നാലേ അവർ പ്രചാരകരായി മാറില്ലോ ഇതിൻ്റെ. കാരണം നമ്മളിപ്പോൾ സ്കൂൾ നിൽക്കുന്നത് പിന്നെ ഒരു സ്ഥലത്ത്, നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മറ്റൊരു സ്ഥലത്ത്, ചിലപ്പോൾ 10 കിലോമീറ്റർ അപ്പുറത്തായിരിക്കും നമ്മളെ ക്യാമ്പിൻ്റെ വെന്യൂ. ആ 10 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അവിടെ സംഘാടകരായി നിൽക്കുന്ന ആളുകൾക്കായിരിക്കും അവിടെ പരിചയം ഉണ്ടാവും, അല്ലേ? കാരണം അവർ ആ നാട്ടുകാരാണ്. അവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പോയി പറയുമ്പോൾ അവർ നമുക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു തരും. അപ്പോൾ അവരുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുക. പിന്നെ ക്യാമ്പ് തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ നല്ലൊരു അനൗൺസ്മെൻറ്റ് റാലി എന്ന് പറയുന്ന സമയത്ത് വലിയ മൈക്കൊക്കെ കിട്ടി, പ്രിയമുള്ളവരെ ഞങ്ങളിതാ കടന്നു വരുന്നു, അതിനൊന്നും നമ്മളെടുത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു NSS ക്ലാപ്പൊക്കെ ചെയ്ത് ഒരു രസകരമായിട്ട് മനസ്സ് നന്നാവട്ടെ എന്നുള്ള ഒരു പാട്ടൊക്കെ പാടി അതിൻ്റെ തൊട്ടടുത്തുള്ള അങ്ങാടിയിലൂടെ, ടൗണിലൂടെ നമ്മൾ ക്യാമ്പ് തുടങ്ങുന്നതിന് തൊട്ട് കുറച്ച് ദൂരം ഇവിടുന്ന് നമ്മൾ കുട്ടികൾ ബാനറൊക്കെ പിടിച്ചിങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട്, കുട്ടികൾ ഒരു ക്യാമ്പുണ്ട്, എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ആ രീതിയിലുള്ള പൈസ ചിലവാവാതെ പക്ഷേ ആളുകൾ അറിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കിതിൻ്റെ ഭാഗമായിട്ട്, പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും. അതിലൊക്കെ ഉപരി നല്ലൊരു ക്യാമ്പ് ഓഫീസ്, ഒരു പിന്നെ നിങ്ങളെ സ്കൂളിനോട് ചേർന്നുള്ള ഏതെങ്കിലും ഒരു റൂം നിങ്ങളെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റുക. അവിടെ കൃത്യമായിട്ട് ക്യാമ്പിൽ വേണ്ട രേഖകളൊക്കെ സൂക്ഷിക്കണം. ക്യാമ്പിൽ പിന്നെ നിങ്ങളുടെ റെഗുലർ ആക്ടിവിറ്റി, സ്പെഷ്യൽ ക്യാമ്പ്, അതേപോലെ തന്നെയുള്ള രേഖകളെ സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശം വരും. അതൊക്കെ കൃത്യമായിട്ട് അവിടെ സൂക്ഷിച്ച് വെക്കണം. കാരണം ഹയർ അതോറിറ്റി, NSSൻ്റെ സംസ്ഥാന കോർഡിനേറ്ററോ NSSൻ്റെ റീജിയണൽ, ക്ലസ്റ്റർ, ജില്ല തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പിന്നെ ഇതിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ക്യാമ്പ് ഓഫീസിൽ നമ്മൾ സൂക്ഷിക്കുകയും ആവശ്യത്തിന് എടുത്തു കൊടുക്കുകയും. അപ്പോൾ നല്ലൊരു ക്യാമ്പ് ഓഫീസ് നിങ്ങൾ പോയാൽ ഉടനെ തന്നെ അവിടെ ഉണ്ടാക്കണം. ഓക്കെ. ഇനി ക്യാമ്പ് ഓഫീസ് അറേഞ്ച്മെൻറ്റ് എന്തൊക്കെയാണ്? ക്യാമ്പ് റെക്കോർഡ്സ്, ഞാൻ പറഞ്ഞല്ലോ, അറ്റൻഡൻസ് രജിസ്റ്റർ, ക്യാമ്പ് പേപ്പർ, പ്രസ് ഡീറ്റെയിൽസ് തുടങ്ങിയവയൊക്കെ നമ്മൾ അവിടെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നോട്ടീസ് ബോർഡ്, ഡ്യൂട്ടി ചാർട്ട്, ആരാണ് ഡേ പ്രോഗ്രാം ചെയ്യുന്നത്, ഓരോ ദിവസത്തെയും ഡ്യൂട്ടിയെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. അത് നമ്മൾ ക്യാമ്പിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ 7 ദിവസത്തേക്ക് നമ്മൾ 7 ഗ്രൂപ്പുകളാക്കി മാറ്റുകയെന്ന് വിചാരിക്കുക. ഓരോ ഗ്രൂപ്പിനും ഓരോ ദിവസം ഒരു ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ. ഇന്ന് ഭക്ഷണ കമ്മിറ്റിയിലായ ആൾ നാളെ പ്രോഗ്രാം കമ്മിറ്റിയിലായിരിക്കും, ഇന്ന് പ്രോഗ്രാം കമ്മിറ്റിയിലെ ആൾ നാളെ ക്ലീനിങ് കമ്മിറ്റിയിലായിരിക്കും, നാളെ ക്ലീനിങ് കമ്മിറ്റിയിലെ ആൾ വർക്ക് ഇങ്ങനെ കമ്മിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ ആളുകളും ഭക്ഷണ കമ്മിറ്റിയിൽ വരും, 50 ആളും ഭക്ഷണം ഉണ്ടാക്കും, അല്ലേ? 50 ആളും ക്ലീനിങ്ങിന് പങ്കെടുക്കും, 50. അപ്പോൾ ഓരോ ഡ്യൂട്ടി ഇങ്ങനെ മാറി വരികയാണ്. അപ്പോൾ ഈ ഒരു പിന്നെ ചാർട്ട് 7 ദിവസത്തെയും 7 ഗ്രൂപ്പിന് എന്തൊക്കെ ചാർട്ടാണ് അല്ല എന്തൊക്കെ ഡ്യൂട്ടിയാണുള്ളത് സംബന്ധിച്ചുകൊണ്ട് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്യണം. അത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഓരോ വളണ്ടിയർക്കും ഇന്ന് ഞാൻ എന്നതാണ് നാളെ എന്താണെന്ന് അയാൾ ചോദിക്കില്ല. കാരണം എന്തുണ്ട്, അവിടെ നല്ല ഡിസ്പ്ലേ ബോർഡിൽ നിങ്ങൾ ഡ്യൂട്ടി ചാർട്ട് ഇട്ടിട്ടുണ്ട്, എവിടെ? നിങ്ങളുടെ ക്യാമ്പ് ഓഫീസിൽ. ഓക്കെ. പിന്നെ എന്താണ് വേണ്ടത്, നിങ്ങൾ റിഫ്രഷ്മെൻറ്റ് ഐറ്റം, നിങ്ങൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് റിഫ്രഷ്മെൻറ്റിന് കുറച്ച് ഐറ്റമൊക്കെ അവിടെ സൂക്ഷിക്കണം. അതൊക്കെ എടുത്ത് നന്നായി വെച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിലുള്ള ആൾ അതൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ടാവും.
അപ്പോൾ നല്ല റിഫ്രഷ്മെൻറ്റ് ഐറ്റമൊക്കെ എടുത്തിട്ട് കുറച്ച് നന്നായിട്ട് അവിടെ എടുത്ത് മാറ്റി വയ്ക്കുക. ഒരു ചായയൊക്കെ കൊടുക്കാനൊക്കെ നിങ്ങളൊരു ഗസ്റ്റ് വന്നു, ഒരു 2:30 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്കൊരു സെഷൻ ഉണ്ട്. അപ്പം ഒരാൾ വന്നു, ഡോക്ടറാണ്. അപ്പോൾ സർ ഇരിക്കി, നമ്മൾ തന്നെ ഓടി വന്നു, ചായയൊക്കെ കൊടുത്തു. അവിടുന്ന് ഒരു ചെറിയ 2 ലഡു ഒക്കെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ യെസ്, നല്ല കുട്ടികൾ നന്നായിട്ട് ഇടപെട്ടു. ആ രീതിയിലൊരു ഇടപെടൽ നടത്താൻ വേണ്ടിയാണ് നമ്മൾ നല്ലൊരു ക്യാമ്പ് ഓഫീസും അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. പിന്നെ വിസിറ്റേഴ്സ് ഡയറി, നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിസിറ്റേഴ്സിനെ കൊണ്ടൊക്കെ നിങ്ങളുടെ ക്യാമ്പിൽ ആ ഡയറിയിൽ എഴുതുക. കാരണം 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു ഒക്കെ ഒരു വലിയ ഡയറി ആണെങ്കിൽ അത് 10 കൊല്ലവും ഒരു പക്ഷേ നമ്മളെ വന്ന പ്രധാനപ്പെട്ട വിസിറ്റേഴ്സിനൊക്കെ നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനമില്ല. മൊബൈൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഒരാളും ക്യാമ്പിലേക്ക് എടുക്കാൻ പാടില്ല. പ്രോഗ്രാം ഓഫീസറുടെ കയ്യിലുള്ള ഒരു കോമൺ നമ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ആ നമ്പർ രക്ഷിതാക്കൾക്ക് കൊടുക്കും. ആ നമ്പറിലേക്ക് മാത്രമായിരിക്കും നമുക്ക് വിളിക്കാൻ പ്രത്യേക സമയം. അത് പ്രോഗ്രാം ഓഫീസർ അതിന് വേണ്ട നിർദ്ദേശം തരും. ആ പാരൻസ് മീറ്റിംഗ് നടക്കേണ്ടതുണ്ട്. ആ പാരൻസ് മീറ്റിങ്ങിൽ ഇതൊക്കെ വിശദമായിട്ട് പറയും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഇത് ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ് പാരൻസിൻ്റെ മീറ്റിംഗ് കൃത്യമായി വിളിച്ചു ചേർക്കും. ആ മീറ്റിങ്ങിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് സംബന്ധിച്ചുകൊണ്ട് കൃത്യമായ നിർദ്ദേശം തരും. എല്ലാ സമയത്തും വന്നു കഴിഞ്ഞാലൊന്നും അവിടെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാനോ കുട്ടികളെ കാണാനൊന്നും പറ്റില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ മൊബൈൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മൊബൈലിന് പ്രത്യേകിച്ച് സ്ഥലം എന്നുള്ളതല്ല, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ക്യാമ്പിൽ ഉപയോഗിക്കാനേ പാടില്ല. ഇത് കേട്ടപ്പം ബോധം കെട്ട് വീഴുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലേ? കാരണം 7 ദിവസം മൊബൈൽ ഉപയോഗിക്കാണ്ട് നിൽക്കാനോ മാഷേ എന്താ നിങ്ങൾ പറയുന്നത്? എന്നാൽ അത് അങ്ങ് വിശ്വസിച്ചപ്പോൾ, കാരണം ഒരു ദിവസം 1 മണിക്കൂറോ 10 മിനിറ്റോ പോലും നമുക്ക് നിൽക്കാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാണ്ട് വേണം ഞങ്ങൾ 7 ദിവസം നിൽക്കാം, പക്ഷേ മൊബൈലിലാണ്ട് 7 ദിവസം നിൽക്കുകയെ എന്നാൽ നിൽക്കണം. ഈ തരത്തിലേക്ക് മാറാനുള്ള അതും ഒരു മാറ്റമാണ്. നമുക്ക് എല്ലാ എക്സ്പീരിയൻസും വേണമല്ലോ. ആ തരത്തിലൊരു മാറ്റവും കൂടി ഇവിടെ ഉണ്ട്. അങ്ങനെ ഓരോന്നും ഉപേക്ഷിക്കാനും നമുക്ക് കൂടുതൽ ലഭിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം നമുക്ക് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാമ്പ് ഓഫീസ് അറേഞ്ച്മെൻ്റായി. പിന്നെ ഓവറോൾ ചെക്കപ്പ് എന്തൊക്കെയാണ്? നമ്മളൊരു ബഡ്ജറ്റ് വേണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ബഡ്ജറ്റിംഗ് വേണം. നമ്മൾ സെല്ലിൽ നിന്ന് ലഭിക്കുന്ന തുക ഇത്രയാണ്, നമ്മളെ ചിലവ് ഇത്രയാണെന്ന് സംബന്ധിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ടുവെക്കുകയും അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനമേ നമ്മൾ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ സ്റ്റാഫ്, പാരൻസ് ഒക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് അവരൊക്കെ പങ്കെടുപ്പിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിക്കണം. അർജൻറ്റ് കോൺടാക്ട് പേഴ്സൺ, പെട്ടെന്ന് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ട ആളുകളുടെ നമ്പർ നമ്മളവിടെ എഴുതി നല്ലൊരു ഡിസ്പ്ലേ ബോർഡിൽ എഴുതി വെക്കുക. കാരണം നമുക്ക് പെട്ടെന്ന് മൊബൈൽ നമ്പറൊന്നും നമ്മളെ കയ്യിലത്തെ മൊബൈൽ ഇല്ലല്ലോ, നമുക്ക് ബൈ ഹാർട്ടായിട്ട് നമുക്ക് നമ്പറൊന്നും അറിയില്ല ഇപ്പോൾ. കാരണം നമ്മൾ മൊബൈൽ ഉള്ളത് കൊണ്ട് നമ്മൾ പഠിച്ചു വെക്കുന്നൊന്നുമില്ല. പണ്ടൊക്കെ നമുക്ക് അറിയായിരുന്നു മൊബൈൽ നമ്പറുകൾ, നമുക്ക് ബൈ ഹാർട്ട് അറിയായിരുന്നു. ഇപ്പം നമ്മളെ തീരെ ശ്രദ്ധിക്കുന്നില്ല. കാരണം നമ്പർ അങ്ങ് അടിക്കുക, ആളെ പേരടിച്ചു കഴിഞ്ഞാൽ നമ്പർ വന്നല്ലോ. അപ്പോൾ പ്രധാനപ്പെട്ട നമ്പറുകളൊക്കെ നിങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുക, വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് വെക്കുക. പിന്നെ അതുപോലെ തന്നെ എല്ലാ കുട്ടികളോടും ഒരു പ്ലേറ്റും ഗ്ലാസും ബെഡ്ഷീറ്റും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ പറയും. ഇതെന്തിനാണെന്നൊരു ചോദ്യം ഉണ്ടാവും. പ്ലേറ്റും ഗ്ലാസും എന്തിനാ മാഷേ? കാരണം നമുക്ക് അവിടെ നല്ല ഇലയൊക്കെ വെട്ടിയിട്ട് ഭക്ഷണം വിളമ്പി തരാനൊന്നും ആരുമില്ല. ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒക്കെ തന്നെ നമ്മളാണ്. അപ്പോൾ പ്ലേറ്റും ഗ്ലാസും ഒക്കെ ഓരോ ആളുകളും കൊണ്ടുവരികയും അവർ തന്നെ സൂക്ഷിച്ച് വെക്കുകയും വേണം. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം ഉണ്ട്, എൻ്റെ പ്ലേറ്റ് നല്ലൊരു പ്ലേറ്റ് കൊണ്ടുവന്നു, അത് നന്നായിട്ട് കഴുകി ഞാൻ എൻ്റെ ബാഗിൽ തന്നെ കൊണ്ടുപോയി വെച്ചു. അങ്ങനെയുള്ള ഒരു ശീലവും ഉണ്ടാവണ്ട. പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് വെക്കാൻ വേണ്ടി പറയും. എൻ്റെ പ്ലേറ്റ് എടുത്തായിരിക്കും വേറൊരാൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക, വേറൊരാളെ പ്ലേറ്റ് എടുത്തായിരിക്കും ഞാൻ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവുക. അവിടെ ഒരു ഷെയറിംഗ് ആണ്. എൻ്റെ പ്ലേറ്റിൽ മാത്രം ഞാൻ ഭക്ഷണം കഴിക്കും എന്നുള്ള യാതൊരു നിർബന്ധവും നമുക്കില്ല ഈ അവസരത്തിൽ. അതും ഒരു ഷെയറിംഗ് ആണ്. എൻ്റേത് എന്ന് പഠിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങളിതെന്ന് പഠിക്കുന്ന ഒരു വലിയ ചിന്തയിലേക്ക്, അതാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. വലിയ ചിന്തയിലേക്ക് നമ്മൾ മാറണം. അപ്പോൾ ആ തരത്തിലുള്ള നമുക്ക് പൊതുവായി ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതണം. അതിൻ്റെ ടൂൾസ് നിങ്ങൾ സ്കൂളിലെ ടൂൾസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ അതുമായി ബന്ധപ്പെട്ട് നോക്കും. നിങ്ങളെ ക്യാമ്പിലേക്ക് പോകേണ്ട ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള, പിന്നെ ക്യാമ്പ് സൈറ്റിൽ വേണ്ട അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓവറോൾ ചെക്കിങ് നടത്തി. ഇതൊക്കെ ലീഡേഴ്സിനോട് പറയുന്നത്, ലീഡേഴ്സ് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മതലത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? പിന്നെ നമുക്ക് വേണ്ട പ്രോഗ്രാം കമ്മിറ്റി. എന്താണ് പ്രോഗ്രാം കമ്മിറ്റി? പ്രോഗ്രാം ഓവറോൾ നടത്തണം. അതിന് ഓരോ ദിവസവും ഓരോ ഡേ ഓഫീസേഴ്സ് വേണം. ഡേ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ അന്നത്തെ മുഴുവൻ കാര്യങ്ങളും ലീഡർമാരല്ലാത്ത 2 ആൾ, ലീഡേഴ്സ് ഓൾറെഡി ലീഡേഴ്സാണ്. നമുക്ക് എല്ലാ ദിവസവും 2 ഡേ ഓഫീസേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്യാമ്പ് കഴിയുമ്പോൾ 14 ഡേ ഓഫീസേഴ്സായി. അപ്പോൾ 14 ആളും നല്ല ക്വാളിറ്റിയിലേക്ക് വന്നു ഇല്ലേ? അപ്പോൾ എല്ലാ ആളുകളെയും ലീഡേഴ്സാക്കി മാറ്റാനുള്ള
ഓരോ വിദ്യകളാണത്. അപ്പോൾ ഡേ ഓഫീസേഴ്സ് 2 പേര്, മിക്സഡ് സ്കൂളാണെങ്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തന്നെയായിരിക്കണം ഡേ ഓഫീസേഴ്സായിട്ട് വരേണ്ടത്. മിക്സഡ് സ്കൂൾ അല്ലെങ്കിൽ പിന്നെ നിവൃത്തില്ല, പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളാണെങ്കിൽ പെൺകുട്ടികളെ വരാൻ പറ്റുള്ളൂ, ആൺകുട്ടികൾ മാത്രമേ ആൺകുട്ടികളെ വരാൻ പറ്റുള്ളൂ. എന്തായാലും മിക്സഡ് സ്കൂളുകളിൽ 2 പേര്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും ഡേ ഓഫീസേഴ്സ് മാറുക. അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കേണ്ടത് അവരോടി നടന്ന് ചെയ്യാന്നുള്ളതല്ല, മറ്റുള്ള ആളുകൾക്കൊക്കെ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ തന്നെ ഈ ഡേ ഓഫീസേഴ്സാണ്. അപ്പോൾ ലീഡേഴ്സായി നിൽക്കുന്ന 2 സംസ്ഥാന ലീഡർഷിപ്പ് ക്യാമ്പ് പങ്കെടുത്ത ആളുകൾ കഴിയുന്നതും ഡേ ഓഫീസേഴ്സായി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു ക്വാളിറ്റിയിലേക്ക് വന്ന ആളുകളാണ്. അടുത്ത 2 ആളുകൾക്ക് ചാൻസ് കൊടുക്കുക. പിന്നെ പ്രിപ്പയർ പ്രോഗ്രാം ചാർട്ട്, എന്തൊക്കെ പ്രോഗ്രാമുകളാണുള്ളതെന്ന് സംബന്ധിച്ചുകൊണ്ട് കൃത്യമായിട്ട് ചാർട്ട് തയ്യാറാക്കുക. അറേഞ്ച്മെൻറ്റ് ഓഫ് സെഷൻസ് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്യുക. എന്തൊക്കെ സെഷനാണെന്നുള്ളത് ഓരോ ദിവസത്തെയാണ്, ആ ദിവസത്തെ എന്ത് സെഷനാണുള്ളത്, ഏത് സമയമാണ്, ഗസ്റ്റിനെ സംബന്ധിച്ച് എല്ലാം ചെയ്യുക. അതുപോലെ തന്നെ താങ്ക്സ് ആൻഡ് വെൽക്കം സ്പീച്ച്, എല്ലാവർക്കും ഒരു വെൽക്കം സ്പീച്ച്, ഒരു സ്വാഗത ഭാഷണമാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ വ്യക്തിയെ പരിചയപ്പെടണം എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ആ വ്യക്തിയോട് ചെന്ന് ചോദിക്കണം ആരാണ്, അയാളുടെ കാര്യമൊക്കെ ചോദിച്ചു. അല്ലാതെ അയാളോട് ഇരുന്നിട്ട് നിങ്ങളുടെ പേരെന്തായിരുന്നു, നിങ്ങൾ എവിടുന്ന വരുന്നത്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമേ അദ്ദേഹത്തെ പരിചയപ്പെട്ട് അദ്ദേഹത്തിന് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്യാമ്പ് ഓഫീസിൽ പോയി ഇരുത്തുക, അവിടെ നിന്ന് നമ്മൾ കുറച്ച് സംസാരിക്കുക. അപ്പോൾ എന്തായി, അദ്ദേഹത്തെ പറ്റി പഠിച്ചു. അപ്പോൾ സ്വാഗതം പറയുന്നയാൾ കൃത്യമായിട്ട് നല്ലൊരു സ്വാഗതം പറഞ്ഞാൽ യെസ് വന്നിരിക്കുന്നത് നമ്മുടെ RTO ആണ്, അദ്ദേഹം പിന്നെ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ്, അദ്ദേഹം ഇന്ന് ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ എല്ലാ കുട്ടിക്കും മനസ്സിലായി, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, കാരണം എന്നെ എല്ലാവർക്കും മനസ്സിലായി. ഈ രീതിയിലുള്ള നല്ല വെൽക്കം സ്പീച്ച് കൊടുക്കുക. പിന്നെ താങ്ക്സ്, അതായത് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ വിലയിരുത്തിക്കൊണ്ട് ഇവാലുവേഷൻ കഴിയുക, അതിന് താങ്ക്സ്, വോട്ട് ഓഫ് താങ്ക്സ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പിന്നെ റിസപ്ഷൻ, ഗസ്റ്റിന് നല്ല റിസപ്ഷൻ കൊടുക്കുക. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണി 2:30 സെഷനാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ ഒരു പക്ഷേ കുളിക്കാൻ പോയതായിരിക്കും. അപ്പം വന്ന ഗസ്റ്റ് അവിടെ അനാഥപ്രേതം പോലെ ഇങ്ങനെ നടക്കും, ആരും മൈൻഡ് ചെയ്യാനില്ല, അങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനടി എന്താ സാർ വന്നതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുണ്ടാവില്ല. അപ്പോൾ സാർ ഇരിക്കും, ഇങ്ങനെ പ്രോഗ്രാം ഓഫീസർ കുളിക്കാൻ പോയതാണ്. നിങ്ങൾ 2 സംസാരമൊക്കെ നടത്തുമ്പോഴത്തേക്കും പ്രോഗ്രാം ഓഫീസറും മറ്റ് ടീച്ചേഴ്സും ഒക്കെ വരും. അപ്പോൾ നിങ്ങളെപ്പറ്റി നല്ലൊരു അഭിപ്രായം, നല്ല കുട്ടികളാണ്, നല്ല ഇടപെടലാണ് അവർ, എനിക്കതുകൊണ്ട് ക്യാമ്പിൽ പോയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായത് അല്ലേ. നിങ്ങളിപ്പോൾ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അവിടെ കയറി വരുമ്പോൾ അവിടെ നിങ്ങൾ ആ ഭക്ഷണം കയറി ഇരിക്കിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ എന്നൊക്കെ ഒരാൾ പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നൂലേ, എന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അവിടെ കഴിക്കാനൊക്കെ നമുക്ക് പോകണ്ടാവും, പക്ഷെ എന്നാലും ഒരാളും എന്നെ മൈൻഡ് ചെയ്തില്ല എന്ന് നമ്മുടെ മനസ്സിൽ വരില്ലേ. അത് ഒഴിവാക്കാൻ നമ്മൾ വരുന്ന ആളുകളെല്ലാവരെയും നന്നായിട്ട് ഇടപെടും. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഡേ ഇൻ എ ക്യാമ്പ്, ഒരു ദിവസത്തെ ഡേ എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. 6 മണിക്ക് തുടങ്ങും. 6 മണിക്ക് തുടങ്ങണമെങ്കിൽ 50 ആൾ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് റെഡി ആവണമെങ്കിൽ ഒരു 4-4:30 എഴുന്നേക്കണം. അപ്പം ഞാനിപ്പോൾ നേരെ ക്ലാസ് എടുക്കാന്ന് അയ്യോ എന്ന് പറയുന്നത് എനിക്കിങ്ങനെ കേൾക്കായിരുന്നു. കാരണം 4 മണിക്ക് എണീക്കാനോ, എന്താണ് മാഷ് നിങ്ങൾ പറയുന്നത് അല്ലേ? കാരണം നമ്മൾ ജീവിതത്തിൽ ഇന്നേവരെ കേൾക്കാത്ത കാര്യമാണ്. പക്ഷേ ഒരു 4-4:30 ഉണർന്നാലേ നമുക്ക് പിന്നെ 6 മണിയാകുമ്പോൾ എല്ലാവരും ഫ്രഷായിട്ട് ഒരു 5:45 എല്ലാവർക്കും പിന്നെ ബാത്റൂമിലൊക്കെ പോകേണ്ടി വരും. പല്ലൊക്കെ തേച്ച് കുളി രാവിലെ ഏതായാലും ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ 6 മണി മുതൽ ഒരു 7 മണി വരെ യോഗ അല്ലെങ്കിൽ മോർണിംഗ് എക്സസൈസ് ആണ്. അത് കഴിഞ്ഞ് ഫ്ലാഗ് ഹോസ്റ്റിംഗ്, നമ്മൾ NSS ഗീതൊക്കെ ചൊല്ലി ഫ്ലാഗ് ഹോസ്റ്റിംഗ്, ഫ്ലാഗ് സല്യൂട്ട്, NSS സോങ്, അന്നത്തെ ഒരു മെസ്സേജ്, അന്നത്തെ തോട്ട് ഓഫ് ദി ഡേ ഒക്കെ ചെയ്യും. പിന്നെ തലേന്നത്തെ പേപ്പർ, തലേന്ന് നടന്ന പ്രവർത്തനങ്ങളുടെ പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പേപ്പർ റിലീസിങ്, അത് പിറ്റേന്നാണല്ലോ അങ്ങനെയുള്ള പത്രം ഉണ്ടാവുക. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് പത്രം ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കമ്മിറ്റി അവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും, അത് കഴിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് വർക്കിന് പോകുന്നു. പ്രൊജക്റ്റ് വർക്ക് ഇപ്പോൾ രാവിലെ 8 മണി മുതലാണെങ്കിൽ 1 മണി വരെ അല്ലെങ്കിൽ 12:30 വരെ നമ്മളെ പ്രൊജക്റ്റാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളെ പ്രൊജക്റ്റ് അല്ല. 12 മണി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളവിടെ സെമിനാറോ മറ്റ് ചർച്ചകളോ, അത് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു സെഷനാണത്. അവിടെ ചിലപ്പോൾ നമുക്ക് ആരെങ്കിലും ക്ലാസ് എടുക്കാൻ വരികയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഒരു പൊതുവിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു സെമിനാർ ഡിസ്കഷൻ ആയിരിക്കും, ഒരു ഡിബേറ്റ് ആയിരിക്കും. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം അവിടെ നടക്കേണ്ടത് മറ്റൊരു സെഷനാണ്. രാവിലെ മുതൽ ഉച്ച വരെ നടക്കേണ്ടത് നമ്മുടെ നിർമ്മാണ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത പ്രൊജക്റ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കാൻ പോകുന്ന ആളുകളാണ് നമ്മൾ. അല്ല, നമുക്ക് അവിടെ ഒരുപാട് ആക്ടിവിറ്റി നമുക്ക് വ്യത്യസ്തങ്ങളായി ചെയ്യാനുണ്ട്. രാവിലെ മുതൽ ഉച്ച വരെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ വരുന്നു, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മറ്റൊരു സെഷനിലേക്കാണ് പോകുന്നത്.
പിന്നെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചായ, അത് കഴിഞ്ഞ് നമ്മുടെ രാത്രി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാം. എല്ലാ ദിവസവും ക്യാമ്പ് അംഗങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 9:09 കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം അന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അന്നത്തെ ക്യാമ്പിൻ്റെ എല്ലാ വിശേഷങ്ങളും സംബന്ധിച്ചുള്ള ഇവാലുവേഷൻ നടക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ ലൈറ്റ് ഓഫ്. 10 മണിയോടുകൂടി നമ്മൾ കിടന്നുറങ്ങുന്നു. എന്നാലേ നമുക്ക് ഒരു 6-7 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് എഴുന്നേക്കാൻ പറ്റും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കു തൂക്കും. അപ്പോൾ കൃത്യമായി കിടന്നുറങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു ക്യാമ്പിൻ്റെ ഒരു സെഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. യോഗ രാവിലെ തുടങ്ങി, അത് കഴിഞ്ഞ് ഫ്ലാഗ് ഹോസ്റ്റിംഗ്, NSS സോങ്, മെസ്സേജ്, അങ്ങനെ വന്ന് ക്യാമ്പ് പേപ്പർ റിലീസ് ചെയ്യുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നമ്മൾ പ്രൊജക്റ്റ് വർക്കിന് പോകുന്നു, ഉച്ചയോടുകൂടി തിരിച്ചു വരുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം അവിടുത്തെ ലഞ്ച് അപ്പോഴത്തേക്ക് അവിടുത്തെ ഭക്ഷണ കമ്മിറ്റി നമ്മുടെ ടീം തന്നെ, നമ്മുടെ കുട്ടികൾ തന്നെ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അന്നത്തെ ഭക്ഷണ കമ്മിറ്റിയാണ്. അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള സെമിനാറും അതുപോലെ തന്നെ ആക്ടിവിറ്റിയും നടക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ടീ ബ്രേക്ക്, നമ്മുടെ ലോക്കൽ വിസിറ്റ് അല്ലെങ്കിൽ വീടുകളൊക്കെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം നടന്നു. പിന്നെ രാത്രി നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമായി, നമ്മുടെ രാത്രി ഭക്ഷണമായി, അത് കഴിഞ്ഞ് നമ്മുടെ ഇവാലുവേഷനായി കൃത്യമായി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് നടന്നത്, പോരായ്മകൾ ആ കമ്മിറ്റിയിൽ വിശദീകരിക്കണം. നമ്മൾ മീറ്റിംഗ് നടക്കുമ്പോൾ വേണം പോരായ്മ ഉണ്ടെങ്കിൽ പറയാൻ. അല്ലാതെ മീറ്റിംഗ് കഴിഞ്ഞ് പോയിട്ട് അത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിനുള്ളിൽ സംസാരിക്കണം. വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിയും. അപ്പോൾ അത് അവിടെ തന്നെ പരിഹരിക്കപ്പെടും. അപ്പോൾ ആ രീതിയിൽ നല്ലതുണ്ടെങ്കിൽ നല്ല കാര്യം അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തായി, നമ്മുടെ ലൈറ്റ് ഓഫ്, നമ്മൾ കിടന്നുറങ്ങി. ഓക്കെ, ഇതാണ് ഒരു ദിവസത്തെ. ഇങ്ങനെ എന്ത് ചെയ്യും, ഓരോ ദിവസവും 7 ദിവസവും കടന്നു പോകും. പിന്നെ എന്താണത്, നമ്മുടെ ഫുഡ് കമ്മിറ്റിയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയിലെ മറന്നുപോകില്ലല്ലോ നമ്മളോട് അല്ലേ, കാരണം ഫുഡ് കമ്മിറ്റി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പം എന്തായിരിക്കണം, പ്രിപ്പയർ മെനു വെൽ ഇൻ അഡ്വാൻസ്. എന്തൊക്കെ ഭക്ഷണം ആണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് മെനു നമുക്കറിയാലോ. ആ മെനു കൃത്യമായിട്ട് തീരുമാനിച്ചു വയ്ക്കുക. പ്രിപ്പയർ ഫുഡ് ഓൺ ടൈം. കൃത്യസമയത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കണം. 8 മണിക്ക് വർക്ക് സൈറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 7:45 ആകുമ്പോഴത്തേക്ക് ടേബിളിൽ നമ്മുടെ ഭക്ഷണവും കാര്യമൊക്കെ ആക്കണം. നമ്മൾ പിന്നെ കുട്ടികളോട് പ്ലേറ്റൊക്കെ എടുത്ത് വരാൻ വേണ്ടി പറയണം. അത് നമ്മൾ സപ്ലൈ ചെയ്യണം. മെസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ക്ലീൻ ചെയ്ത് വെക്കേണ്ടി വരും. അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി ഫുഡ് കമ്മിറ്റി ചെയ്യണം. ഇത് ഫുഡ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു ദിവസമാണ്. അപ്പോൾ ചില ആൾ വിചാരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടതാണ്. ഓരോ കമ്മിറ്റിയും ഓരോ ആളുകളും പഠിച്ചു വെക്കണം എന്തൊക്കെയാണ് പണി എന്നുള്ളത്. കാരണം ഒരു ഗ്രൂപ്പ് ഒരു ദിവസം ഒരു കമ്മിറ്റിയിൽ ഉണ്ടാവും, പിന്നെ അവർ വേറൊരു കമ്മിറ്റിയിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് എങ്ങനെ മനോഹരാക്കാന്നുള്ളത് അവരത് ഒരു ആരോഗ്യകരമായ മത്സരം വേണേൽ നടത്താം. ഫുഡ് കമ്മിറ്റിയിൽ ഇന്ന് നടത്തിയൊരു വെറൈറ്റി നാളെ വേറൊരു രീതിയിലായിരിക്കും ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള രസകരമാക്കി മാറ്റാൻ നിങ്ങൾക്ക് ഇതിനു വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഓരോ ആളുകളും പഠിച്ചു വെക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സ്റ്റോറൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി. ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, അറിയാലോ. വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇടപെടണം. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് അറിയാലോ, ഫ്രഷ് വാട്ടർ സപ്ലൈ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കീപ് ദ ക്യാമ്പ് സൈറ്റ് ക്ലീൻ. ടോയ്ലറ്റ്, വാഷ് ബേസിൻ, ലിവിംഗ് റൂം. ഇതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ചില സമയത്ത് നമ്മുടെ ഒരു പ്രൊജക്റ്റ് സ്വച്ഛ ഭാരത് ആയിരിക്കും അല്ലേ, നാട് മുഴുവൻ നമ്മൾ നന്നാക്കാൻ പോകുന്നു. നമ്മുടെ ക്യാമ്പിലുള്ള സ്കൂളിൽ ചെറിയ LP സ്കൂളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അവിടെ ചെറിയ കുട്ടികൾ വരുന്ന ബാത്റൂം ആയിരിക്കും. നമ്മൾ ആ ബാത്റൂമിൽ നമ്മൾ ഒരു 10-50 ആൾ സ്ഥിരമായിട്ട് 2 ദിവസം പോയി കഴിഞ്ഞാൽ അത് നാറിയിട്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, അവിടെ ഒരു ഗസ്റ്റ് വരികയാണ്, നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റോ MP വരികയാണ്, എനിക്കൊന്ന് ബാത്റൂം പോകണം. നമ്മൾ ആ ബാത്റൂമിലേക്ക് കയറുമ്പോൾ മൂക്ക് പൊത്തിപ്പിടിച്ച് അദ്ദേഹം വന്ന് നോക്കിയില്ല, അല്ല നിങ്ങളുടെ പ്രൊജക്റ്റ് സ്വച്ഛ ഭാരത് അല്ലേ, നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂം നീക്കൊന്ന് ക്ലീൻ ചെയ്തുകൂടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കുറവാവൂലേ. അപ്പം അതുകൊണ്ട് നമ്മളാണ് 7 ദിവസം നമ്മളെ വീട് പോലെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ നോക്കേണ്ടത്. അവിടുത്തെ ബാത്റൂം ആയാലും അവിടുത്തെ പ്രദേശമായിരുന്നാലും അവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരുന്നാലും ഇതൊക്കെ വിമർശിക്കാൻ ആളുകളുണ്ടാവും. നമ്മൾ നല്ലതെന്ന് പറയാൻ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോട് ആൾ കുറവായിരിക്കും, ചിലപ്പോൾ പറയില്ല. നല്ലതാണെങ്കിലും പറയാൻ മടിയുള്ള ആളുകളുണ്ടാവും. പക്ഷേ മോശമായതെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി കൃത്യമായി ഇത്തരം കാര്യങ്ങൾ എല്ലാം ക്ലീൻ ചെയ്ത് വെക്കുക. നമ്മളെ ലിവിംഗ് റൂം ആയാലും നമ്മുടെ സെമിനാർ ഹാളായാലും ക്യാമ്പ് ഓഫീസായാലും ഒക്കെ തന്നെ അടുക്കി പെറുക്കി വെക്കാൻ ഈ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തണം. ഓക്കെ, പിന്നെ ഡിസിപ്ലിൻ കമ്മിറ്റി. എന്താണ് ഡിസിപ്ലിൻ കമ്മിറ്റി? ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോയിട്ട് പോലീസിൻ്റെ മാതിരി പോയി തല്ലുക എന്നുള്ളതല്ല. കീപ് അറ്റൻഡൻസ് ഓരോ സമയത്തും നമ്മൾ ഒരു സെഷൻ കഴിഞ്ഞ് വന്ന് നമ്മൾ പുറത്തു പോയി വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾ എത്തിയോ,
അവർ മുഴുവനും വലിയ പ്രയാസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മിസ്സായിട്ടൊക്കെ വലിയ പ്രശ്നങ്ങൾ, മിസ്സാവുക മീൻസ് ഒരാളെ വന്നിട്ടില്ല എന്നുള്ള പെട്ടെന്ന് ഒരാൾ സെഷൻ എടുക്കുന്നയാൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ കൃത്യമായിട്ട് എല്ലാവരും വന്നിട്ടില്ലെങ്കിൽ ഉടനടി ഇത് പ്രോഗ്രാം ഓഫീസറെ വിവരം അറിയിക്കണം. ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ പറയാം, നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, നിങ്ങളിപ്പം വിചാരിച്ചോ ഈ ലീഡേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സെഷൻ എന്ന് പറയുന്നത് കുട്ടികളെത്തിക്കാൻ ഉച്ചയ്ക്കുള്ളതായിരിക്കും. എന്തുകൊണ്ടാ ഉച്ചയ്ക്കുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 12:30 നിങ്ങളുടെ വർക്ക് സൈറ്റിൽ നിന്ന് വരിക. 12:30 കഴിഞ്ഞിട്ട് ഒരു 1:30 വരെയുള്ള സമയത്തായിരിക്കും നിങ്ങൾക്ക് ഒന്ന് ഫ്രഷ് ആവാനുള്ള സമയം, നിങ്ങൾക്ക് അലക്കാനും കുളിക്കുന്ന ആളുകൾ കുളിക്കാനും ഒക്കെ ഉള്ള സമയം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 2-2:30 മണിക്ക് നിങ്ങൾക്ക് അടുത്ത സെഷൻ തുടങ്ങും. അപ്പോൾ ഈ സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ച് പണിയൊക്കെ കഴിച്ചിട്ട് വേണം വരാൻ. പല ആളുകളും അത് ചെയ്യൂല, അവിടെ അങ്ങനെ കഥയും പറഞ്ഞിരിക്കും. അപ്പോൾ ഗസ്റ്റ് വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും, 50 കസാല ഉണ്ടാവും ഒഴിഞ്ഞു കിടക്കുന്നത്, അവിടെ ആയിരിക്കും ക്ലാസ് നടക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം മാനേജ്മെൻറ്റ് കൃത്യമായിരിക്കണം. കുളിക്കാൻ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അത് കുളിച്ച് വരിക, ഭക്ഷണം കഴിക്കുക, പെട്ടെന്ന് നമ്മളെ പരിപാടിയിലേക്ക് പോവുക. കാരണം നമ്മൾ വേറൊരു സ്റ്റൈലാണ്, അല്ലാതെ നമ്മൾ സാധാരണ പോലെ അതൊക്കെ നടന്നോളും എന്നുള്ള വിചാരിക്കരുത്. കാരണം നമ്മൾ 50 ആളുകൾ എന്തായാലും അവിടെ ഉണ്ടാവണം. ബാക്കിയുള്ള ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 50 ആളുകൾ ആ ഒരു സദസ്സിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വരുന്ന ആളുകൾക്ക് 10 ആളോട് സംസാരിച്ച് പോകുന്ന ഒരു ഗതികേട്ടുണ്ടായാൽ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ അയാളെ ഇൻസൾട്ട് ചെയ്യല്ലേ, നമ്മൾ വിളിച്ചിട്ടല്ലേ ആ ഗസ്റ്റ് വരുന്നത്. അപ്പോൾ 40 ആൾ കുളിക്കാൻ പോയതാണ്, 10 ആളുടെ 2-3 മണിക്ക് എന്ന് പറയുന്നത് ശരിയുണ്ടോ? അപ്പോൾ അത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അവിടെ ഒരു എക്സ്ക്യൂസും ഇല്ല, ഞാൻ വൈകിപ്പോയി, എനിക്ക് ഭക്ഷണം കിട്ടാൻ വൈകിപ്പോയി, ഇതൊന്നും എവിടെ ആരും കേൾക്കില്ല. വൈകുന്ന ആളുകളാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി പാലിക്കണം. പിന്നെ ഫീഡ്ബാക്ക് ഓൺ ഓവറോൾ ഫങ്ഷനിങ് ഓഫ് ദ ക്യാമ്പ്. എല്ലാ ഇത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക്, ഒരു സെഷൻ കഴിഞ്ഞാൽ അതിന് ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ പറയാത്ത ആളുകൾ വന്നിങ്ങനെ പറയണം. അപ്പോൾ എല്ലാ ആളുകളും സംസാരിക്കണം, എല്ലാ ആളുകളും സ്വാഗതം പറയാനുള്ള ചാൻസ് കൊടുക്കുക, നന്ദി പറയാനുള്ള ചാൻസ് കൊടുക്കുക. പറയുന്ന ആളുകൾ എന്നെ പറയാമെന്നുള്ളതല്ല, പറയുന്ന ആളുകൾ മാറി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാൾക്ക് ചെയ്യാം. അപ്പോൾ 50 കുട്ടികളും മൈക്കിൽ സംസാരിക്കാനും നമ്മളെ പിന്നെ ഇവാലുവേഷൻ മീറ്റിംഗ് സംസാരിക്കാനും നല്ല രസകരമായിട്ടുള്ള അവസരം ഉണ്ടാവും. അപ്പം ചില കുട്ടികളുടെ അന്തർമുഖരായിട്ടുള്ള സംസാരിക്കാനൊക്കെ പേടിയില്ലേ, അവരെയൊക്കെ നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും അവരൊക്കെ സംസാരിക്കുകയും ചെയ്യുക. ഓക്കെ. പിന്നെ നോ മൊബൈൽ യൂസ് പാടില്ല. പിന്നെ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് ഓൺ ക്യാമ്പ് ഡിസിപ്ലിൻ, ഡ്രസ് കോഡിനെ പറ്റി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് എന്ന് പറഞ്ഞാൽ പോയിട്ട് സെക്യൂരിറ്റി ആരടാ എന്താടാന്ന് ചോദിക്കുക എന്നുള്ളതല്ല. അവിടെ എന്ത് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യരുത്. അവിടെ പ്രോഗ്രാം ഓഫീസറും സംഘാടക സമിതിയുണ്ട്. അവരോട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് ധരിപ്പിക്കല്ലാതെ നേരിട്ട് നിങ്ങൾ കയ്യാങ്കളിയിലേക്ക് പോവുകയോ നിങ്ങൾ നേരിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങൾ അതൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റി മാത്രമാണ്. അതിനൊക്കെ സംഘാടകരായിട്ട് ആ പ്രദേശത്തുകാരായ ആളുകൾ വലിയൊരു കമ്മിറ്റി ഉണ്ട്. പ്രോഗ്രാം ഓഫീസറും പ്രിൻസിപ്പളും അധ്യാപകരടങ്ങുന്ന വേറൊരു ടീം എല്ലാവരും അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അവരത് ശാശ്വതമായി പരിഹരിക്കുകയും ചെയ്യും. ഓക്കെ. ഇത്തരം കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികൾ പെട്ടെന്ന് ചില കാര്യമൊക്കെ കേൾക്കുമ്പോൾ ചാടി അങ്ങ് വീഴും. അത് പ്രശ്നമായി മാറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അത് ക്യാമ്പ് നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ദയവായി അത്തരം ഒരു പ്രയാസത്തിലേക്കും പോവാതെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി. എന്താ കൾച്ചറൽ പ്രോഗ്രാം കമ്മിറ്റി? നമ്മൾ ഓരോ ദിവസവും, ഞാൻ പറഞ്ഞല്ലോ, രാത്രിയായ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അത് നേരത്തെ തന്നെ അത് ലിസ്റ്റപ്പ് ചെയ്യുക. എന്തൊക്കെ പ്രോഗ്രാമാണ് നമ്മൾ നടത്തേണ്ടത്. ഡാൻസ് ആണെങ്കിൽ ഡാൻസ് തന്നെ, പാട്ടാണെങ്കിൽ പാട്ട് തന്നെ. അപ്പോൾ കേൾക്കുന്ന ആളുകൾക്കും കാണുന്ന ആളുകൾക്കും അത് വളരെ അരോചകമായി തോന്നും. അപ്പോൾ വെറൈറ്റി പ്രോഗ്രാമുകളാക്കി അതിനെ മാറ്റുക. അതിന് വേണ്ട അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്യുക. ഒരു പരിപാടി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത പരിപാടി, ഒരു പരിപാടി കയറുമ്പം തന്നെ അടുത്ത പ്രോഗ്രാം ഇങ്ങനെ റെഡിയിൽ നിൽക്കണം. കാണുന്ന ആളുകൾക്ക് തീരെ ടൈം ലാഗ് ചെയ്യരുത്. പിന്നെ എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കുന്ന രീതിയിലുള്ള പരിപാടിയായിരിക്കണം. ഇപ്പോൾ നന്നായി ഡാൻസ് ചെയ്യാണ്ടെങ്കിൽ അവൻ്റെ ഡാൻസ് തന്നെ 2, 3, 4 ഡാൻസ് വേറെ ആളിങ്ങനെ കാണിയായിട്ടിരിക്കുക, അതുണ്ടാവരുത്. എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പിന്നെ ഒരു മിനിമം സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാമാണ് നമ്മൾ അവതരിപ്പിക്കാവുള്ളൂ. കാരണം നിങ്ങൾ ചിലപ്പോൾ പ്രോഗ്രാം അവതരിപ്പിക്കും, പുറത്തുനിന്നുള്ള ആളുകൾ ജസ്റ്റ് അവിടെ കണ്ടുവരും. നിങ്ങളെ സംഘാടക സമിതിയിലൊക്കെ ഉള്ള ആളുകൾ ഇത് കണ്ടുവന്ന് വരും. അവരൊന്നും ഇതെന്ത് ബോറം പ്രോഗ്രാമാണെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ സ്റ്റാൻഡേർഡുള്ള സോഷ്യൽ വാല്യൂസുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ പരിപാടിയുടെ ഭാഗമായിട്ട്, നമ്മുടെ കലാപരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ എന്താണ്? പ്രിപ്പയർ ക്യാമ്പ് സോവനീർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ക്യാമ്പ് സോവനീർ നമ്മൾ ഉണ്ടാക്കണം. ആൻസർ റിപ്പോർട്ടിംഗ് ആൻഡ് ഇവാലുവേഷൻ, കീപ് ഡേ ടു ഡേ അക്കൗണ്ട്സ്. ഓക്കെ. പിന്നെ നമ്മൾ ഒരു സോവനീർ നമ്മളൊരു കയ്യെഴുത്ത് മാസികത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാം.
നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അക്കൗണ്ട്സ് ഒക്കെ ചെയ്ത് വെക്കണം. എന്തൊക്കെയാണ് നമ്മൾ ചിലവാക്കിയത്, നിങ്ങളുടെ പ്രോഗ്രാം ഓഫീസർ പൈസ തരും, സാധനം വാങ്ങാൻ വിടും, അത് എത്ര രൂപയ്ക്ക് വാങ്ങി, അതിൻ്റെ ബില്ല് വാങ്ങിക്കണം, അത് എത്ര രൂപ തിരിച്ചു കൊടുത്തു എന്നൊക്കെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് നമുക്ക് അവസാനം വേണ്ടതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ട്രക്കിങ്ങോ അതുപോലത്തുള്ള ടൂർ പരിപാടികളോ ഒന്നും തന്നെ ക്യാമ്പ് ഹൗസിൽ പാടില്ല. നിങ്ങൾ ഒരു ദിവസം 1 ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞ് അങ്ങോട്ടേയും പോയി, അത് ക്യാമ്പിൽ പാടില്ല. അതുപോലെ തന്നെ ട്രക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ മല കയറാൻ പോയി, അങ്ങോട്ടുള്ള യാത്ര പോയി, ഇത്തരം പരിപാടികളൊക്കെ നമ്മുടെ NSSൽ നിരോധിച്ചതാണ്. ഒരു കാരണവശാലും ഇത്തരം പരിപാടികൾ ക്യാമ്പ് ഹൗസിൽ പാടില്ല. അതുകൊണ്ടാണ് അവിടെ റെഡിങ്കിൽ നമ്മൾ കാണിച്ചത്. ട്രക്കിങ്ങും അതുപോലെ തന്നെ ടൂറും അതുപോലുള്ള പരിപാടികളൊന്നും ക്യാമ്പ് സമയത്ത് പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ക്യാമ്പ് മനോഹരമായ 7 ദിവസത്തെ ക്യാമ്പ് സമാപിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? സങ്കടം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. ഈ ക്യാമ്പിൽ നിങ്ങൾ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ പ്രയാസം ഉണ്ടാവും. ആ പ്രയാസം ഞാൻ എപ്പോഴേ കാണുന്നുണ്ട്, നിങ്ങളും അത് മനസ്സിൽ കാണാം. കാരണം അത്രമേൽ നിങ്ങൾ അതിനോട് എഴുകി ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ക്യാമ്പ് ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്, ഇൻസ്ട്രക്ട് ദ ക്യാമ്പേഴ്സ് ടു പാക്ക് ദെയർ ലഗേജ് ആൻഡ് കീപ്, നന്നായി അവർ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറയാം. കാരണം ക്യാമ്പ് കഴിഞ്ഞ് പോയാൽ നിങ്ങൾക്ക് കാണാം, ഷീറ്റ് അവിടെ കാണാം, വേറൊരാളെ പാൻറ്റ് കാണാം, വേറൊരാളെ ചുരിദാർ കാണാം, അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഓരോ സ്ഥലത്ത്. അപ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എൻ്റേതൊക്കെ തിരിച്ചു എടുത്തോ എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായി ഓരോരുത്തരും അവരെ ലഗേജ് പാക്ക് ചെയ്ത് പിന്നെ ബാഗിലൊക്കെ സൂക്ഷിക്കുക. നിങ്ങൾ തൊട്ടടുത്ത സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ മറ്റുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റ് തൊട്ടടുത്ത പലചരക്ക് പീടികയിൽ നിന്നൊക്കെ കടയിൽ നിന്നൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോഗ്രാം ഓഫീസറെ ബോധ്യപ്പെടുത്തി അതൊക്കെ സെറ്റിൽ ചെയ്യുക. പിന്നെ നമ്മുടെ കിച്ചണും അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ളതൊക്കെ വേണ്ടാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കുകയും അതിലൊക്കെ ബാക്കിയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകിൽ നമ്മൾ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ കടയിൽ തിരിച്ചെടുക്കുമെങ്കിൽ അവിടെയൊക്കെ കൊടുക്കുക. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്ത് നിങ്ങൾ വെക്കണം. ഇത് കഴിഞ്ഞാൽ എൻ്റെ ക്യാമ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓടിപ്പോവല്ല. എല്ലാം എങ്ങനെയാണോ നമുക്ക് സ്കൂൾ തന്നത്, ഒരു സ്ഥാപനം തന്നത്, അത് തന്നതിലും മനോഹരമായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. സ്കൂൾ തുറന്ന് പിന്നെ കുട്ടികൾ വരുമ്പോൾ ആ സ്കൂളിലേക്ക് വരുമ്പോൾ അവർ പറയണം എത്ര മനോഹരമായിട്ടാണ് ഇവിടെ ഒരു ക്യാമ്പ് നടന്നതായിട്ട് അറിയേയില്ല. ഈ രീതിയിലാണ് നമ്മൾ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ട വെന്യൂ ചെയ്യേണ്ടത്. പിന്നെ അൺയൂസ്ഡ് പ്രൊവിഷൻ നമ്മൾ തിരിച്ചു കൊടുക്കുക. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ അവരുടെ സാധനങ്ങൾ തന്നെയാണോ അവരുടെ കയ്യിലുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഓൾ തിങ്സ് വിച്ച് നോട്ട് ബി, നമ്മുടെ കയ്യിലില്ലാത്ത എന്തെങ്കിലും നമ്മുടെ ബാഗിലൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, നമ്മൾ തിരികെ നമ്മുടെ സുഹൃത്തുക്കൾ ആരോടാന്ന് ചോദിക്കുക, അവർക്ക് തന്നെ കൊടുക്കുക. കാരണം ഒരുപാട് സാധനം മിക്സ് ചെയ്ത് വെച്ചായിരിക്കും, അത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗിലൊക്കെ ആയിപ്പോൾ സ്വാഭാവികമാണ്. അത് തിരികെ ഏൽപ്പിക്കുക. അതുപോലെ ഡൈനിങ് റൂം, ബാത്റൂം, ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കിച്ചണും ഡൈനിങ് റൂമും എല്ലാം ഒന്ന് പോയിട്ട് ഓവറോൾ എല്ലാ ആളുകളും കൂടി ലാസ്റ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. ഒരു കമ്മിറ്റി അല്ല, എല്ലാ ആളുകളും അതിൽ ഇൻവോൾവ് ചെയ്യുക. പിന്നെ ടെമ്പററി ലാട്രിൻ അതുപോലെ തന്നെ അതുണ്ടാവില്ല, ടെമ്പററി ലാട്രിൻ ഒന്നും നമ്മൾ ചെയ്യാറില്ല. എന്നാലും നമ്മളവിടെ പിന്നെ പിച്ചൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ പിച്ചൊക്കെ മൂടി എല്ലാം ക്ലിയർ ചെയ്യുക. പിന്നെ ക്യാമ്പ് ഇവാലുവേഷനാണ്. നമ്മൾ ക്യാമ്പിൻ്റെ അവസാനം ക്യാമ്പിനെ സംബന്ധിച്ച് കൃത്യമായി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ സമാപന സമ്മേളനം നടക്കുന്നു. സമാപന സമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശിഷ്ടാതിഥിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മൾ സമാപനത്തിലേക്ക് പോകുന്നു. ഈ ഒരു ലാസ്റ്റ് ഡേ നമ്മൾ ഇതിനു വേണ്ടി വൈകുന്നേരമാണ് നമ്മളെ. അപ്പോൾ ഒരു ദിവസം നമ്മൾ തുടങ്ങുന്ന ദിവസം, ഒന്നാമത്തെ ദിവസം 10 മണിയോടുകൂടി ക്യാമ്പ് ആരംഭിക്കുകയും അവസാനിക്കുന്ന ദിവസം 3 മണിക്ക് ശേഷം 4 മണിയോടുകൂടി ക്യാമ്പ് അവസാനിക്കുകയും ചെയ്യും. അല്ലാതെ രാവിലെ ക്യാമ്പ് അവസാനിപ്പിച്ച് പോകാൻ പറ്റില്ല. 7 ഡേ തന്നെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. പിന്നെ ക്യാമ്പ് എന്തൊക്കെയാണ്? ഷെയറിങ് ക്യാമ്പ് എക്സ്പീരിയൻസ് ബൈ ദ ക്യാമ്പേഴ്സ്. NSS വള്ളീസ് ആഫ്റ്റർ 1 വീക്ക് ഓഫ് ദി ക്യാമ്പ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാമ്പിനെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കുക. അതുപോലെ റിപ്പോർട്ട് ആൻഡ് അക്കൗണ്ട്, കൃത്യമായ റിപ്പോർട്ടുകളും അക്കൗണ്ടും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. നല്ലൊരു റിപ്പോർട്ട് തയ്യാറാക്കുക. അതുപോലെ തന്നെ അക്കൗണ്ട് കൃത്യമായി ചെയ്യുക. ഫോളോ അപ്പ് വിസിറ്റ് എന്ത് ചെയ്യുക, നമ്മൾ ചെയ്ത പ്രൊജക്റ്റിനെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് ആയിട്ട് നമുക്ക് ചെയ്യുക. ഇതൊക്കെ നമുക്ക് മധുരതരമായ ഓർമ്മകളായിരിക്കും ക്യാമ്പിൻ്റെ തരിക. ഏതായിരുന്നാലും ക്യാമ്പിൻ്റെ ഒരു ഓവറോൾ ചിത്രം നിങ്ങൾക്ക് ലഭിക്കാനാണ് ഇത്തരം. പിന്നെ എഫക്റ്റീവ് ടിപ്സ് ഫോർ സക്സസ്ഫുൾ ക്യാമ്പ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? എഡ്യൂക്കേഷണൽ ഗോളിനാണ് പ്രാധാന്യം. ഇതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് NSS ഈസ് ആൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. അപ്പോൾ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ഇതിൽ വേണ്ടത്. പിന്നെ ഓവറോൾ എന്തൂസിയാസം, എല്ലാ ആളുകളും നമ്മൾ ഇതിൽ പങ്കെടുക്കണം അല്ലേ? ഒരു ഫുൾ
ടൈം പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം. പിന്നെ മിക്സ് വിത്ത് ഓൾ ക്യാമ്പേഴ്സ്. നമുക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ നമ്മൾ 2-3 ഫ്രണ്ട്സ് ഒരുമിച്ചായിരിക്കും ക്യാമ്പിൽ വന്ന്, ഈ ക്യാമ്പിലെ ആളുകൾ ഒരുമിച്ച് കൈപിടിച്ച് തന്നെ പിന്നെ പോവുക, ഒരുമിച്ച് അവർ കിടക്കാൻ പോവുക. അങ്ങനെയാകുമ്പോൾ ബാക്കിയുള്ള 47 ആളുകളായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇത് ഒഴിവാക്കാൻ നമ്മൾ 50 ആളുകളെയും കൃത്യമായി നമ്മുടെ സുഹൃത്തുക്കളാക്കി മാറ്റുക. എല്ലാവരുമായി, ചിലപ്പോൾ സയൻസ് എ ബാച്ചിലായിരിക്കും നമ്മൾ, കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ കുട്ടികൾ നമ്മൾ അറിയാനുണ്ടാവില്ല. പക്ഷേ NSS കുടുംബം എന്നാണ് നമ്മൾ പറയുക. കുടുംബം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, കൂടിച്ചേരുമ്പോൾ ഇമ്പമാവുന്നത് അല്ലെങ്കിൽ മനോഹരമാവുന്നത് എന്നാണ്. അപ്പോൾ നമ്മൾ 50 പേരും അങ്ങനെ കൂടിച്ചേരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം. പിന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മുടെ ക്യാമ്പിലൊക്കെ ഉണ്ടാവും, സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കഷനിലൂടെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുക. ഇതിനൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്വം കൊടുത്തില്ല. ഞാനതങ്ങ് പരിഹരിക്കാമെന്ന് ചാടി വീണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കൽ ചെയ്യേണ്ടത്. നമ്മൾ വളരെ പിന്നെ എന്ത് ചെയ്യുക, കൂളായിട്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. മറ്റൊന്ന്, എല്ലാ ഫംഗ്ഷനും നമ്മൾ പങ്കെടുക്കണം. നമ്മൾ ചില ഒരു ക്ലാസ് ചിലപ്പോൾ ബോറായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും ക്ലാസ് വന്നത്. അയ്യോ അത് കഷ്ടമായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ വിളിച്ച ഗസ്റ്റാണ്, നമ്മൾ 50 പേര് അത് കേൾക്കാനുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്യും. കാരണം വളണ്ടിയേഴ്സ് അല്ലേ, വളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന തലത്തിലെ ആളുകളാണ്. 50 കുട്ടികൾ എന്ന് പറഞ്ഞാൽ ക്രീമായ കുട്ടികളാണ് ക്യാമ്പ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള ബിഹേവിയർ, നിങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഗുഡ് സ്ലീപ്പിംഗ് അവേഴ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. നിങ്ങൾ കിടന്നുറങ്ങാൻ നല്ലൊരു സമയം കണ്ടെത്തണം. ഉറങ്ങിയിട്ടില്ലെങ്കിൽ രാവിലെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള സെഷനൊക്കെ ആളുകൾ നല്ല ക്ലാസ് നടക്കുമ്പോൾ അവിടെ ചാരി കിടന്നുറങ്ങുന്നത് കാണാം. ഇത് ഒഴിവാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കിടന്നുറങ്ങണം. രാത്രി എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പരിപാടി വെച്ചാൽ ഒരു 10:30 മണിക്ക് കിടന്നാൽ പിന്നെ കിളുകിള് നിലയിൽ അവിടുന്ന് ചിരിയും ഇക്കിളിയാക്കലും ഓടലും ചാടലും ഒക്കെ പിന്നെയാണ്. 12, 1 മണി, 2 മണി ഒക്കെയാണ് കിടന്നുറങ്ങുക. 2-2:30 ഇങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോഴാണ് പെട്ടെന്ന് പ്രോഗ്രാംസർ വന്ന് വിളിക്കുക, 4 മണി എഴുന്നേറ്റെന്ന് പറയുന്ന സമയത്ത് യോഗയ്ക്ക് വരാനാവില്ല, അയ്യോ എനിക്ക് വയ്യാന്നറിയും. ഈ പ്രശ്നമൊക്കെ ഉണ്ടാവാതിരിക്കാൻ രാത്രി ലൈറ്റ് ഓഫ് പറഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് കിടന്നുറങ്ങുക. എല്ലാവരുമായിട്ട് കമ്മ്യൂണിറ്റിയിലെ ആളുകളുമായിട്ട് നന്നായി പെരുമാറുക. വിസിറ്റേഴ്സിനെയും അതുപോലെ തന്നെ ഗസ്റ്റിനെയൊക്കെ നല്ല വെൽക്കം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് എന്താ സാർ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് പരിചയമുള്ള ആളൊന്നും ആയിരിക്കില്ല. അപ്പോൾ ആ രീതിയിൽ നല്ലൊരു സ്വഭാവം കൂടി നിങ്ങൾക്ക് അവിടെ രൂപീകരിക്കാൻ വേണ്ടി സാധിക്കണം. നല്ല പബ്ലിസിറ്റി കൊടുക്കുക നിങ്ങളുടെ ക്യാമ്പ് വർക്കിനെ സംബന്ധിച്ച്. പിന്നെ നിങ്ങളോട് തന്നെ ചോദിക്കുക, കുഡ് ഐ ഹാവ് ഡൺ ബെറ്റർ, ഇന്ന് ഞാൻ നന്നായി ചെയ്തോ. നമ്മൾ മറ്റാളുകളെ ബോധ്യപ്പെടുത്താൻ ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ മനസാക്ഷി എന്ന് പറഞ്ഞ ഒന്നുണ്ട്. മനസാക്ഷിയോട് നമ്മൾ സ്വന്തം കിടക്കുമ്പോൾ ചോദിക്കുക, ഞാൻ ഇന്ന് കൃത്യമായി എൻ്റെ ഡ്യൂട്ടി ചെയ്തോ. ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അത് പിറ്റേന്ന് പരിഹരിക്കാനുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യുക. അതാണ് ഒരു യഥാർത്ഥ വളണ്ടിയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ മറ്റുള്ള ആളുകളെ ചീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനോ ആവരുത് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടണം, ഞാൻ ഇന്ന് ഏറ്റവും മനോഹരമായി ചെയ്തു, ഇന്ന് NSSൻ്റെ പ്രവർത്തനം എനിക്ക് ഇത്രമാത്രം ലീഡർഷിപ്പ് തന്നു, ഇന്ന് ഞാൻ നന്നായി സംസാരിച്ചു, ഇന്ന് ഞാൻ നന്നായി സംഘടിപ്പിച്ചു, ഇന്ന് ഞാൻ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടണം. അതുകൊണ്ടാണ് കുഡ് ഐ ഹാവ് ഡൺ ബെറ്റർ, ഞാൻ ഇന്ന് മനോഹരമായി ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ഇനിയും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഡ്രില്ലയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുകളുണ്ട്, ഞാൻ ഈ ലോകത്തിലൂടെ ഒരിക്കൽ മാത്രമേ കടന്നു പോകും. അതുകൊണ്ട് എൻ്റെ സഹോദരൻ ചെയ്യാനുള്ള നന്മ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യണം. അത് മാറ്റിവെക്കാനോ വേണ്ടെന്ന് വെക്കാനോ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഇതുവഴി ഇനി ഒരിക്കലും കടന്നു വരില്ല. കാരണം ലോകത്ത് നമുക്കൊരു തവണ മാത്രമാണ് ജീവിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ് സയൻറ്റിഫിക്കായി തെളിയിച്ചത്. മറ്റുള്ളതൊക്കെ നമുക്ക് ഓരോരോ ധാരണകളാണ്. എന്തായാലും ആ ഒരു സമയത്ത് നമ്മുടെ സഹജീവിക്ക് ഏറ്റവും മനോഹരമായൊരു കാര്യം ചെയ്തുകൊണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മൾ അത് ഓർമ്മിക്കപ്പെടും. യാതൊരു തർക്കവുമില്ല അതിൽ. അപ്പോൾ ആ രീതിയിലുള്ള മനസ്സിനുടമകളായി മാറാനുള്ള ഏറ്റവും മിടുക്കരായ കുട്ടികളായി നിങ്ങൾ മാറട്ടെ. അതിനുള്ള ഒരു ഉൾക്കരുത്ത് തരുന്ന പ്രവർത്തനമായി മാറട്ടെ നിങ്ങളുടെ ഈ ക്യാമ്പും അതുപോലെ തന്നെ NSS പ്രവർത്തനവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ സ്നേഹവും നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.